Meet the editors. മഴവിൽ സഖ്യത്തിന്റെ സമരമോ എന്നതാണ് ചോദ്യം. ഉണ്ണിപാലകൃഷ്ണൻ, സമരങ്ങൾ നല്ലതാണ്. സമരം ചെയ്യാം. സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ ഈ സമരത്തിന് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യം എന്നുള്ളത് ഇടത് സർക്കാരിനെതിരെ ഇടത് വിരുദ്ധതയിൽ ഊന്നിയിട്ടുള്ള സമരമാണെന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. എന്നൊരു പ്രത്യേക പേരും പറഞ്ഞു, മഴവിൽ സഖ്യത്തിൻ്റെ സമരം. എന്താണ് തോന്നുന്നത്? നോക്കൂ, ഇന്നിപ്പം ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം താങ്കൾ സൂചിപ്പിച്ചതുപോലെ സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹം അതിനെ തിയറൈസ് ചെയ്തിട്ടുണ്ട്, സിദ്ധാന്തവൽക്കരിച്ചിട്ടുണ്ട്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സമരവും ജനാധിപത്യപരമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ആർക്കു വേണമെങ്കിലും സമരം ചെയ്യാം. ആ ആശാവർക്കർമാരുടെ സമരത്തെ അദ്ദേഹം തള്ളിപ്പറയുന്നുമില്ല. എന്നാൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ ആശാവർക്കർമാരുടെ ഇപ്പോൾ നടക്കുന്ന സമരത്തിനു പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന് ഗോവിന്ദ മാസ്റ്റർ പറയുന്നു. അതിൽ ഒന്നാമതായി പറഞ്ഞ കാര്യം ഇടതുവിരുദ്ധമായൊരു സമരമാണിത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം സർക്കാർ വിരുദ്ധ സമരമാണ്, ഇടതുപക്ഷ സർക്കാർ വിരുദ്ധ സമരമാണ് എന്നുള്ളതാണ്. നോക്കൂ, ഈ ഏത് സമരവും സർക്കാർ വിരുദ്ധമായിരിക്കുമല്ലോ. സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് ആരും സമരം ചെയ്യാറില്ല. സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു ഐക്യദാർഢ്യ പ്രകടനം നടത്താമെന്നതിനപ്പുറം സർക്കാരിനെതിരായിട്ടല്ലേ എല്ലാ സമരങ്ങളും ഉണ്ടാകുക. ഇപ്പോൾ UDF ഭരിക്കുന്ന സമയത്ത് LDF സമരം ചെയ്യുമ്പോൾ അത് UDF സർക്കാരിനെതിരായിട്ടുള്ള സമരമല്ലേ, അഥവാ സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായിട്ടുള്ള സമരമല്ലേ. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ സമരങ്ങളും സർക്കാർ വിരുദ്ധ സമരങ്ങളല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു തൊഴിൽ സ്ഥാപനത്തിലൊരു സമരം നടക്കുന്നു എന്ന് വിചാരിക്കുക, അത് ആ തൊഴിൽ സ്ഥാപനത്തിലെ മാനേജ്മെൻറ്റിനെതിരായിട്ടാണ് സമരം നടത്തുന്നത്. ഈ അർത്ഥത്തിൽ ഏത് സമരവും സർക്കാരിൻ്റെ നയങ്ങളുമായി ബന്ധപ്പെട്ടാണ് നടക്കുന്നതെങ്കിൽ അത് സർക്കാർ വിരുദ്ധ സമരമായിരിക്കും. അക്കാര്യത്തിനകത്തൊരു സംശയവും വേണ്ട. രണ്ടാമത്തെ കാര്യമാണ് ഇടതുപക്ഷ വിരുദ്ധത എന്ന് പറയുന്നത്. അവിടെയാണ് ഇടതുപക്ഷ വിരുദ്ധതയുടെ ആ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് അദ്ദേഹം 7 പേരെ കണ്ടെത്തുന്നത്. ആരൊക്കെയാണ് 7 പേര്? കോൺഗ്രസ്, ലീഗ്, BJP അഥവാ BMS, പിന്നെയുള്ളത് SDPI, SUCI, ജമാഅത്ത്. 6 പേരെ ആയിട്ടുള്ളൂ. പിന്നെ ആ സംഘത്തിലേക്ക് ഒരു നിറം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതെന്താ? മാധ്യമങ്ങൾ. നമ്മൾ കൂടി ചേർന്നിട്ടാണ് ഈ സമരം ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ്. പ്രശ്നം എന്താണെന്നറിയോ? ഈ സമരം ആര് നടത്തിക്കോട്ടെ, ആ സമരത്തിൻ്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചോട്ടെ, ആ സമരം മുന്നോട്ട് വയ്ക്കുന്ന ആശയം ശരിയാണോ, ആവശ്യം ശരിയാണോ, ഇതാണ് ഒരു സർക്കാർ പ്രാഥമികമായും പരിഗണിക്കേണ്ടത്. അതാണ് ഞാൻ ഈ സമരവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരായിട്ട് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ വളരെ വ്യക്തമായിട്ട് MP രാജേഷ് നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ശരിയുമാണ്. ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രധാനം തന്നെയാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡാറ്റ എന്ന് പറയുന്നത് 2015-16, അതായത് ഇടതുപക്ഷ 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് 1000 രൂപയായിരുന്നു ആശാവർക്കർമാരുടെ ഓണറേറിയം എന്ന് പറയുന്നത് UDFൻ്റെ അവസാന വർഷകാലത്ത് 2015-16. 2016-17, അതായത് 1ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം അത് 1500 രൂപയാക്കുന്നു. 17-18 അത് 2000 രൂപയാക്കുന്നു, 500 രൂപയുടെ വർധന. 18-19 അത് 4000 രൂപയാക്കുന്നു. 2000-ൽ നിന്ന് 4000 രൂപയാക്കി, 2000 രൂപയുടെ വർധനയാണ് കൊണ്ടുവരുന്നത്. 2019-20 4500 രൂപയാക്കുന്നു. 2020-21 5000 രൂപയാക്കുന്നു. 21-22 6000 രൂപയാക്കുന്നു. 2023 ഡിസംബറിൽ 7000 രൂപയാക്കുന്നു. ഇതാണ് സംസ്ഥാന സർക്കാർ ആശാവർക്കർമാർക്ക് നൽകിയിട്ടുള്ള ഒരു പിന്തുണ എന്ന് പറയുന്നത്. അത് നമുക്ക് നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ? ഈ 7000 രൂപ കൊണ്ട് തങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ ആശാവർക്കർമാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. 7000 രൂപയും പിന്നെ ഈ പറയുന്ന ഫിക്സഡ് ഇൻസെൻറ്റീവായിട്ടുള്ള 3000 രൂപ കൂടി ചേർത്ത് നിശ്ചയമായും കിട്ടുന്ന തുകയെന്ന് പറയുന്നത് 10000 രൂപയാണ്. പിന്നെ പെർഫോമൻസ് ഇൻസെൻറ്റീവാണ്. അതെല്ലാം കൂടി ആയാലും 13200 രൂപയാണ് കിട്ടുന്നത്. ഈ 13200 രൂപ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. കേവലം 232 രൂപയാണ് ഒരു ദിവസം ഞങ്ങൾക്ക് വേതനമായി ലഭിക്കുന്നത്. ആ ആവശ്യമാണല്ലോ ഉന്നയിക്കുന്നത്. ആ ആവശ്യത്തിൻ്റെ മെറിറ്റാണല്ലോ നമ്മൾ പരിശോധിക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നം എന്താ നോക്കൂ. ഈ നമ്മുടെ രാജ്യത്ത് 2022 ജൂണിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന കണക്ക് പ്രകാരം 10 ലക്ഷം പേരാണ് ആശമാരായിട്ട് പ്രവർത്തിക്കുന്നത്. കൃത്യം കണക്ക് പറയുകയാണെങ്കിൽ 10,05,000 പേരാണ് രാജ്യത്ത് ആശാവർക്കർമാരായിട്ടുള്ളത്. 2005 NHRM UPA സർക്കാർ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആശാവർക്കർമാർ ഉണ്ടാകുന്നത്. ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും വലിയ വോളണ്ടറി വർക്ക് ഫോഴ്സാണ് ഈ പറയുന്ന ആശാവർക്കർമാരെന്ന് പറയുന്നത്. ഇത്രയും വലിയൊരു വർക്ക് ഫോഴ്സ് ലോകത്തില്ല. ഏത് സന്നദ്ധ പ്രവർത്തകരുടെ ഒരു വർക്ക് ഫോഴ്സ് ലോകത്ത് എവിടെയില്ല. 10,05,000 പേര് ഈ പറയുന്ന സ്ത്രീകൾ ഈ ആശാവർക്കർമാരായിട്ട് ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 6 സംസ്ഥാനങ്ങൾ, 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറീസും നമുക്ക്. അതിനകത്ത് 6 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കൃത്യമായി ഫിക്സഡായ ഓണറേറിയം നൽകുന്നത്. ഈ 6 സംസ്ഥാനങ്ങളിൽ 3 തെക്കേ ഇന്ത്യയാണ്. ആന്ധ്രാപ്രദേശാണ്, കേരളമാണ്, കർണാടകമാണ്. പിന്നെ ഹരിയാനയും സിക്കിമും വെസ്റ്റ് ബംഗാളുമാണ് വടക്കേ ഇന്ത്യയിൽ ഈ പറയുന്ന ഫിക്സ്ഡ് ആയിട്ടുള്ള ഓണറേറിയം നൽകുന്നത്.
പറഞ്ഞത്. ബാക്കി ഒരു സംസ്ഥാനത്തും ഫിക്സ്ഡ് ഓണറേറിയം തന്നെയില്ല. നമ്മൾ പറയുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ 10 ലക്ഷം ആളുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ തൊഴിൽ സേനയിൽ ഉണ്ടായിരിക്കുമ്പോൾ, തൊഴിൽ സേന എന്ന് പറയുമ്പോഴത്തേക്കും അവർ വോളണ്ടിയേഴ്സാണ്, സന്നദ്ധ പ്രവർത്തകരായിട്ടാണ് അവരെ കാണുന്നത്. അവരെ എന്തുകൊണ്ട് തൊഴിലാളികളാക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അത് ഈ കണക്ക് തന്നെയാണ് അതിൻ്റെ പ്രശ്നം. ഇപ്പോൾ 2013 ഇന്ത്യൻ ലേബർ കോൺഫറൻസും 2015 നടന്ന ഇന്ത്യൻ ലേബർ കോൺഫറൻസും ഇവരെ തൊഴിലാളികളായി പരിഗണിച്ചുകൊണ്ട് അവർക്ക് വേതന വ്യവസ്ഥ നിശ്ചയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേതന വ്യവസ്ഥ തൊഴിലാളികളായി പരിഗണിച്ച് ഇവരെ വേതന വ്യവസ്ഥയിലേക്ക് കൊണ്ടുവന്നാൽ എന്താ പ്രശ്നം? PF കൊടുക്കേണ്ടി വരും, ഗ്രാറ്റുവിറ്റി കൊടുക്കേണ്ടി വരും, ESI കൊടുക്കേണ്ടി വരും, അങ്ങനെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കേണ്ടി വരും. അതൊരു വലിയ വർക്ക് ഫോഴ്സാണ്. ഇതിനെ എന്താ പറയുക, അനുകമ്പാപൂർവ്വം കേന്ദ്ര സർക്കാർ കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം നിൽക്കുന്നത്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോഴാണ് സംസ്ഥാന സർക്കാരും സംസ്ഥാന സർക്കാരിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന CPM ചോദിക്കുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ കേന്ദ്രത്തിനെതിരായിട്ട് സമരം ചെയ്യുന്നില്ല? കേന്ദ്രമല്ലേ ഈ കാര്യത്തിലൊരു തീരുമാനം എടുക്കേണ്ടത്? കാരണം കൃത്യമായി സ്റ്റേറ്റിന് കൊടുത്തിരിക്കുന്ന ഗൈഡ് ലൈനിൽ ഇവരുടെ പേര് വോളണ്ടിയർ എന്നുള്ളത് മാറ്റാൻ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഓർഡറൊക്കെ മാറ്റാം. അതേപോലെ സംസ്ഥാന സർക്കാരിന് മറ്റെന്തെങ്കിലും കൂടുതൽ ഗൈഡ് ലൈൻസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, എന്തെങ്കിലും വെട്ടി ചുരുക്കണമെങ്കിൽ ചുരുക്കാം, എന്തെങ്കിലും കൂടുതൽ ഇൻസെൻറ്റീവ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഓരോ ആശാ വർക്കർമാർക്കും 200 രൂപ വീതം മൊബൈൽ റീചാർജ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണത്? നമ്മൾ ഡിജിറ്റൈസ് ചെയ്തു. ഈ പറയുന്ന നേരത്തെ പോയിട്ട് എല്ലാ വീടുകളിലും പേപ്പറിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇവർക്കുള്ളത്. അത് ഡിജിറ്റൈസ് ചെയ്തു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ 200 രൂപ കൊണ്ടിട്ട് എത്ര GB കിട്ടും നമുക്ക്? അപ്പോൾ ഈ ആളുകളുടെ ഇതിലൊക്കെ സ്മാർട്ട് ഫോണുള്ള ആളുകളാണോ? അത് കൂടുതൽ തലവേദന ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, ഈ പറയുന്ന ഈ രാജ്യത്തെ 10 ലക്ഷത്തോളം വരുന്ന ആശാ വർക്കർമാർ ഇനിയും ഒരു കളക്റ്റീവ് ഫോഴ്സായിട്ട് മാറിയിട്ടില്ല. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്കൊരു ദേശീയ ട്രേഡ് യൂണിയൻ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ദേശീയ ട്രേഡ് യൂണിയൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു ദേശീയ തലത്തിൽ പോയിട്ട് സമരം ചെയ്യാൻ കഴിയുക. ചെറിയ സമരങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഉത്തർപ്രദേശിൽ സമരം നടന്നു, ബീഹാറിൽ സമരം നടന്നു, മഹാരാഷ്ട്രയിൽ സമരം നടന്നു. ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ സമരങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ നടക്കുന്ന സമരങ്ങൾ എന്താണ്? ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള സമരമാണ് നടക്കുന്നത്. ആ സമരങ്ങളിലൂടെ അവർ പല ഘട്ടങ്ങളിലായിട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ ഓണറേറിയം ഉയർത്തിയിട്ടുമുണ്ട്. അത് അപ്പോഴും കേരളത്തിൻ്റെ അത്ര എത്തിയിട്ടില്ല. കേരളം വേറൊരു ഒരു പ്രത്യേകതരം ജീവിതം ജീവിക്കുന്ന സമൂഹമാണെന്നേ. അവിടെയാണ് അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞുതരാം. വീണ ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട്. 7000 രൂപയാണ് സംസ്ഥാന സർക്കാർ ഓണറേറിയം കൊടുക്കുന്നത്. അവിടെ കേന്ദ്രത്തിന് ഒരു റോളുമില്ലല്ലോ, ഒരു സംശയവും വേണ്ട. ആ 7000 രൂപ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഫിക്സ്ഡ് ഇൻസെൻറ്റീവിൽ 1200 രൂപ കൂടി സംസ്ഥാനം കൊടുക്കുന്നുണ്ട്. 60-40 ആണ്, 3000 ആണ് ഫിക്സ്ഡ് ഇൻസെൻറ്റീവ്, 1800 രൂപയാണ് കേന്ദ്രം തരുന്നത്. അപ്പോൾ മൊത്തം പൈസ 10000 രൂപ എന്ന് പറയുന്ന കൃത്യമായി കിട്ടുന്ന ശമ്പളത്തിൽ 8200 രൂപ സംസ്ഥാന സർക്കാരാണ് കൊടുക്കുന്നത്. വളരെ ശരിയാണ്, അതൊരു നല്ല മുൻകൈമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഈ കണക്കുകളൊക്കെ സൂചിപ്പിച്ച ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് ഓരോ വർഷവും ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച് 7000 എത്തിച്ചിട്ടുള്ളത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഇടതുപക്ഷ മുന്നണി ഇറക്കിയിരിക്കുന്ന പ്രകടന പത്രികയിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് മിനിമം വേതനം 700 രൂപയാക്കുമെന്ന്. ഞാൻ പറയുന്നത് ഇത് ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രശ്നമുണ്ട് ഇതിനകത്ത്. നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഓണറേറിയം 700 രൂപയായി വർദ്ധിപ്പിക്കും എന്ന് വാഗ്ദാനം ചെയ്തു എന്ന നിലയ്ക്കാണ് ആ പ്രചരണം നടക്കുന്നതാണ്. അങ്ങനെയല്ല. ഇവരുടെ ഓണറേറിയം 700 രൂപയായിട്ട് വർദ്ധിപ്പിക്കുമെന്ന് LDF പറഞ്ഞിട്ടില്ല. അത് ശരി തന്നെയാണ്. പക്ഷേ മിനിമം വേതനം, അതായത് തൊഴിലാളികളായി കേരളത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഏതൊരാളുടെയും മിനിമം വേതനം 700 രൂപയാക്കും എന്ന് പറയുമ്പോൾ LDFൻ്റെ ബോധ്യം എന്താണ്? ഈ സംസ്ഥാനത്ത് ഒരാൾക്ക് ജീവിച്ചു പോകാൻ ഒരു ദിവസം കുറഞ്ഞത് മിനിമം വേതനം 700 രൂപയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ LDFന്. അതുകൊണ്ടാണല്ലോ മിനിമം വേതനം 700 രൂപയാക്കി ഉയർത്തും അല്ലെങ്കിൽ നിജപ്പെടുത്തും എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നത്. ഈ ആശമാർ പറയുന്നത് എന്താണ്? ഇവിടെ ആശാ വർക്കറായിട്ട് ജോലി ചെയ്താലും മറ്റേതു മേഖലയിൽ ജോലി ചെയ്താലും, അത് അസംഘടിത മേഖലയിലായാലും സംഘടിത മേഖലയിലായാലും അല്ലെങ്കിൽ ഒരു തൊഴിലുറപ്പുകാരനായിട്ടായാലും ഒക്കെ നിങ്ങൾ പറയുന്നൊരു കാര്യം എന്താണ്? സംസ്ഥാന സർക്കാരിനും LDFനും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം എന്താണ്? ഒരാൾക്ക് കേരളത്തിൽ ഒരു ദിവസം ജീവിക്കാൻ ചുരുങ്ങിയത് 700 രൂപ വേണം എന്നുള്ളതാണല്ലോ. ആ 700 രൂപ ഈ ഓണറേറിയത്തിൽ കൂട്ടണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ 21000 രൂപ അവർക്കൊരു മാസം കിട്ടും. ഞാൻ പറയുന്നൊരു കാര്യം വെച്ചാൽ, മിനിഞ്ഞാന്ന് നടന്ന ഈ യോഗത്തിൽ KP റോസം അവസാനം ചോദിച്ചതായിട്ട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എത്ര രൂപ തരാൻ ആലോചിക്കുന്നുണ്ട്? ഈ 21000 രൂപ എന്ന് അവർ ഡിമാൻഡ് ചെയ്യുമ്പോൾ പോലും അത് കിട്ടും എന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ലെന്നേ. അവരൊരു 15000 രൂപ കിട്ടിയാൽ പോലും ആ നെഗോഷിയേഷനിൽ ഈ സമരം അവസാനിക്കും. അങ്ങനെ 15000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചാൽ പോലും ഒരു മാസം സംസ്ഥാന ഖജനാവിനുണ്ടാകുന്ന 21 കോടി രൂപയുടെ അധിക ചെലവ് മാത്രമാണ്. ഒരു വർഷം 250 കോടിയാണ് ഈ പറയുന്ന ആളുകൾക്ക് 15000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചാൽ ആകുന്ന പൈസ എന്ന് പറഞ്ഞ് 250 കോടി രൂപ എന്ന് പറയുന്നത് സംസ്ഥാന ബജറ്റുമായി ബന്ധപ്പെട്ട് എത്ര നിസ്സാരമായ തുകയാണ്. അതെന്തുകൊണ്ടാണ് ഇവർ അംഗീകരിക്കാത്തത്? അത് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞ MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അത് ഇടതുവിരുദ്ധതയാണ്, അത് LDF സർക്കാർ വിരുദ്ധതയാണ്. ഈ പ്രശ്നത്തെ രാഷ്ട്രീയമായി മാത്രം കണ്ടാൽ പോരാ. അതാണ് ഞാൻ
ഞാൻ പറയുന്നത്. ഈ വിഷയത്തെ രാഷ്ട്രീയം ആരായിക്കോട്ടെ, ഈ സമരത്തിൻ്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചോട്ടെ, അവർക്ക് എന്ത് ലക്ഷ്യമുണ്ടായിക്കൊള്ളട്ടെ, പക്ഷേ ഈ സമരക്കാരായിട്ടുള്ള സ്ത്രീകൾ അവിടെ അനിശ്ചിത നിരാഹാരം കിടന്നുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് പട്ടിണി സമരമായിട്ടോ നടക്കുന്നത്. ഈ നടക്കുന്നത് പട്ടിണി സമരമാണ്. കാരണം എന്താ, നിങ്ങൾ നോക്കൂ, ഇപ്പം ഈ പിന്നെ കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യാനുള്ള ഒരു ശക്തിയുള്ളവരല്ല, സാമ്പത്തികമായി ശക്തിയുള്ളവരല്ല, സംഘടനാപരമായി ശക്തിയുള്ളവരുമല്ല. പിന്നെ അവർക്ക് ആവശ്യപ്പെടാൻ കഴിയുന്നത് കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ മാന്യമായൊരു തുക തരണം എന്ന് മാത്രമാണ്. അതിൻ്റെ മേലിലാണ് ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമരത്തോട് വീണ ജോർജ് വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട്. വളരെ വൈകാരികമായിട്ടാണ് അത് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ വീണ ജോർജ് പറയുന്നൊരു കാര്യമുണ്ട്, സംസ്ഥാനത്തെ പിന്നെ ആരോഗ്യമന്ത്രിയെ ക്രൂശിക്കാൻ വേണ്ടിയിട്ടാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. ആരോഗ്യമന്ത്രിയെ ക്രൂശിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമീപനം മാധ്യമങ്ങൾ എടുത്തായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഇത് വീണ ജോർജിനെതിരായിട്ടുള്ള സമരമല്ലെന്നേ. അങ്ങനെ വീണ ജോർജ് മനസ്സിലാക്കേണ്ടത് ഇത് വ്യക്തിപരമായിട്ടല്ല മനസ്സിലാക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ആരോഗ്യമന്ത്രിയാണ് വീണ ജോർജ്. സ്വാഭാവികമായിട്ടും ആശാ വർക്കർമാരെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പാണ്. അപ്പോൾ ആ മന്ത്രി, ആ വകുപ്പിൻ്റെ മന്ത്രി എന്നതിലേക്ക് അവർക്കൊരു ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ അവരൊരു മുന്നണി സർക്കാരിൻ്റെ ഭാഗമാണ്, ഒരു ക്യാബിനറ്റിൻ്റെ ഭാഗമാണ്. ഒരു മന്ത്രി ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാറില്ല. അതൊരു ക്യാബിനറ്റ് കൂടിയിട്ടാണ് പൊതു തീരുമാനങ്ങൾ എടുക്കുന്നത്. ആ അർത്ഥത്തിൽ ആ ക്യാബിനറ്റിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മുന്നണിയാണ്. ആ മുന്നണിക്കൊരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടാകും. ആ രാഷ്ട്രീയ തീരുമാനമാണ് സർക്കാർ നടപ്പാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് ആരോഗ്യമന്ത്രി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ആരോഗ്യമന്ത്രിക്കെതിരായിട്ടുള്ള സമരമായിട്ട് വ്യക്തിപരമായിട്ട് നേരെ കാണേണ്ട കാര്യമില്ല. തന്നെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നു, മാധ്യമങ്ങൾ തനിക്കെതിരായിട്ട് കുപ്രചരണം നടത്തുന്നു എന്നൊക്കെ വീണ ജോർജ് ഇങ്ങനെ ആവർത്തിച്ച് പറയേണ്ട കാര്യമേ ഇല്ല. കാരണം വീണ ജോർജ് എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രിയാണ്. ആരോഗ്യമന്ത്രി സംസ്ഥാന സർക്കാരിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് മാത്രമല്ല ആരോഗ്യമന്ത്രി അല്ലല്ലോ ഈ പറയുന്ന പിന്നെ ഓണറേറിയം തീരുമാനിക്കുന്നത്. ആരോഗ്യമന്ത്രിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യവുമില്ല. അത് ധനവകുപ്പിൻ്റെ ഉത്തരവാദിത്തമാണ്. എത്ര പൈസ ആരോഗ്യവകുപ്പിന് അലോക്കേറ്റ് ചെയ്യണം, ആ അലോക്കേറ്റ് ചെയ്യുന്ന എത്ര തുക ആർക്കൊക്കെ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ധനവകുപ്പല്ലേ. ആ ധനവകുപ്പ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഒരു മൊത്തം മന്ത്രിസഭ ഇരുന്ന് കൂടി ആലോചിച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. അപ്പം ഈ വിഷയത്തെ വ്യക്തിപരമായി കാണേണ്ട കാര്യം വീണ ജോർജിന് ഇല്ല. അതുകൊണ്ട് മാധ്യമങ്ങൾ കുപ്രചരണം നടത്തുന്നു എന്ന് വീണ ജോർജ് ആവർത്തിച്ച് പറയേണ്ടതുമില്ല. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാടാണ്. ആ രാഷ്ട്രീയ നിലപാട് തീരുമാനിച്ചിരിക്കുന്നത് ആ സർക്കാരിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന CPM എന്ന പാർട്ടിയാണ്. ആ CPM എന്ന പാർട്ടി പിന്നെ SUCIക്കെതിരാണ്. SUCIയെ വലിയ ശത്രുവായിട്ട് അവർ കാണുന്നു. SUCI അതിൻ്റെ പിന്നിൽ നിൽക്കുന്നത് കൊണ്ട് ഈ സമരത്തോട് ഒരു അനുകൂലമായ സമീപനവും എടുക്കണ്ട എന്ന് CPM തീരുമാനിച്ചിരിക്കുന്നു. CPMൻ്റെ ആ തീരുമാനമാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പാവപ്പെട്ട സ്ത്രീകൾ 500 രൂപയ്ക്ക് വേണ്ടി ഒരു ദിവസം 500 രൂപയെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ സമരം ചെയ്യുന്നത്. ആ സമരത്തിൻ്റെ ആവശ്യം ജെന്യൂനാണ്. ആ ജെന്യൂനായ ആവശ്യത്തിൻ്റെ മേലിലാണ് നിലപാടെടുക്കേണ്ടത്. അവിടെ ഒരു രാഷ്ട്രീയം കണ്ടുകൊണ്ട് എന്താ പറയുക, വളരെ പിന്നെ വൈരാഗ്യത്തോടുകൂടി ഒരു നിലപാടെടുക്കാൻ ഒരു സംസ്ഥാന സർക്കാരിന് അവകാശമില്ല. ജനങ്ങളുടെ സമരങ്ങൾക്ക് മുന്നിൽ രാഷ്ട്രീയം കാണാതെ വൈരാഗ്യമില്ലാതെ അവരുടെ ശരിയായ ആവശ്യങ്ങളാണെന്ന് സർക്കാരിന് ബോധ്യപ്പെടുന്ന പക്ഷം ആ ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വ ബോധമുള്ള കമ്മിറ്റഡായ ഒരു സർക്കാർ ചെയ്യേണ്ടത്. ഇവിടെ ആ കാര്യത്തിനകത്ത് CPMന് വീഴ്ച പറ്റുന്നുണ്ട്. ആ CPMൻ്റെ വീഴ്ച LDF സർക്കാരിൻ്റെ വീഴ്ചയായി മാറുന്നുണ്ട്. അത് പൊതുജനങ്ങൾക്കിടയിൽ സർക്കാരിനെതിരായിട്ടുള്ള വിരുദ്ധ അഭിപ്രായം ഉണ്ടാക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ സർക്കാരും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയും കാണിക്കുന്ന ഈ കടുംപിടുത്തം യഥാർത്ഥത്തിൽ ഇവർ ആരോപിക്കുന്ന ഈ ഗൂഢലക്ഷ്യത്തോടുകൂടി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെന്ന് പറയുന്ന ആളുകളുടെ പിന്നെ ലക്ഷ്യത്തെ സാധൂകരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അവർ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് MV ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞ ഇടതുവിരുദ്ധതയും സർക്കാർ വിരുദ്ധതയുമാണല്ലോ. ആ സർക്കാർ വിരുദ്ധതയും ഇടതുവിരുദ്ധതയും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാനായിട്ട് ഈ സമരത്തിന് സാധിച്ചുകൊണ്ടിരിക്കുകയാണെന്നേ. ഇന്നിപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ 3 സ്ത്രീകൾ അവിടെ നിരാഹാരം കിടക്കുന്ന പ്രശ്നമാണ്. അതിനു മുമ്പിൽ കണ്ണടച്ച് നിൽക്കുന്ന ഒരു സർക്കാരിനെ കുറ്റക്കാരായിട്ട് ജനങ്ങൾ കാണുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു ഗൂഢലക്ഷ്യം, ഗൂഢാലോചന ഈ സമരത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ടെങ്കിൽ അവർ വിജയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമല്ല. അതുകൊണ്ട് രാഷ്ട്രീയമായ പകപോക്കലിന് നിൽക്കാതെ ഇതൊരു ജെന്യൂനായ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ആവശ്യത്തിന് അനുകൂലമായ ഒരു സമീപനം ആ ആവശ്യത്തോട് എടുക്കുക, അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കുക, അതിനുള്ള മുൻകൈയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. അൺഫോർച്ചുനേറ്റ്ലി, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇവിടെ കടുംപിടുത്തം പിടിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്, സമരക്കാരല്ല എന്നാണ് എൻ്റെ നിലപാട്. മഴവിൽ സഖ്യത്തിന്റെ സമരമോ എന്നാണ് ചോദ്യം. മഴവിൽ സഖ്യം എന്നുള്ളൊരു പ്രയോഗം യഥാർത്ഥത്തിൽ CPM ഇവിടെ ഇല്ലാത്ത ഒരു ശത്രുക്കളുടെ ഒരു കൂട്ടമായി ഒരു സംഘത്തെ കാണുകയാണ്. ഇല്ലാത്ത ശത്രുക്കളെ സൃഷ്ടിച്ചുകൊണ്ട് അവർക്കെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമരത്തോട് അതിശക്തമായ നിലപാട് അല്ലെങ്കിൽ സമരവിരുദ്ധമായിരിക്കും ഞങ്ങളുടെ നിലപാട് എന്ന് ഒന്ന് കടുപ്പിച്ച് പറയുകയാണെന്ന് പാർട്ടി സെക്രട്ടറി നടത്തിയിരിക്കുന്നത്. അതോടുകൂടി തന്നെ ഇതിലുള്ള തീരുമാനം എന്താണ്, നിലപാട് എന്താണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതാണ് ഈ മഴവിൽ സഖ്യം എന്ന് പറയുന്നത്. ആ മഴവിൽ സഖ്യം എന്ന് പറയുമ്പോൾ അതിൽ SDPIയും ഈ മുസ്ലിം വിഭാഗത്തിൽ തന്നെ ന്യൂനപക്ഷമായ ജമാഅത്തെ ഇസ്ലാമിയും BJPയും ചേരുന്ന ഒരു സഖ്യം. അതൊരു വിചിത്ര സഖ്യമാണ്. അങ്ങനെ ഒരു സഖ്യം അതിൽ UDFും ഉണ്ട്, അതോടൊപ്പം തന്നെ SUCIയും ഉണ്ട്, മാധ്യമങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക സഖ്യമാണ് ഈ മഴവിൽ സഖ്യം എന്നുള്ള
പ്രയോഗം നേരത്തെയും സർക്കാർ വിരുദ്ധ സമരം ശക്തമാകുമ്പോൾ ഇതേ രീതിയിൽ തന്നെ എം വി ഗോവിന്ദൻ ഉന്നയിച്ചിട്ടുള്ള ഒരു വാചകമാണ്. അതൊരു സ്ഥിരം ടെംപ്ലേറ്റായി മാറുകയാണ്. അപ്പോൾ അത് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സമരം ചെയ്യാം, പക്ഷേ സമരത്തിലെ ആവശ്യങ്ങൾ ശരിയല്ല എന്നാണ് പറയുന്നത്. ആശമാർക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ട് എന്നൊരു അഭിപ്രായം ഇടതുപക്ഷത്തിനില്ല. പക്ഷേ അത് ഞങ്ങൾ കൂട്ടില്ല, നിങ്ങൾ വേണമെങ്കിൽ കേന്ദ്രത്തിൽ സമരം ചെയ്തോളൂ എന്നാണ് പറയുന്നത്. അവിടേക്ക് സമരം ചെയ്യാൻ കൂടെ വരാം എന്നുള്ള പ്രയോഗം നേരത്തെ തന്നെ ആരോഗ്യമന്ത്രി നടത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനം ഉയരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് അവർ കൂട്ടി തന്നിട്ടില്ലല്ലോ, അവർ തന്നില്ലല്ലോ എന്നുള്ള പ്രയോഗമൊക്കെയാണ് ഈ സമരക്കാരോട് നടത്തിയിരുന്നത്. അല്ലെങ്കിൽ അവരോട് അനുഭാവപൂർവ്വം അവരുടെ വിഷയം പരിഗണിക്കുന്നു എന്ന രൂപത്തിലുള്ള പ്രതികരണം ആദ്യഘട്ടത്തിൽ വരാതിരുന്നത് കൊണ്ടാകാം വലിയ രീതിയിലുള്ള വിമർശനം ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഇനി ഡൽഹിയിലേക്ക് പോയതുമായി ബന്ധപ്പെട്ട് അതും ഇന്ന് എം വി ഗോവിന്ദൻ പറയുന്നു ക്യൂബൻ സംഘത്തെ കാണാനാണ് പോയിട്ടുള്ളത്. അപ്പോൾ ആരോഗ്യമന്ത്രി പോകുന്ന ഘട്ടത്തിൽ ഈ വിഷയം വലിയ രൂപത്തിൽ അവിടെ ചർച്ച ചെയ്യുമെന്ന രൂപത്തിൽ അവതരിപ്പിച്ചത് എന്തിനായിരുന്നു എന്ന ചോദ്യമുണ്ട്. അതിന് ഇന്ന് ആരോഗ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ നേരത്തെ നൽകിയ കത്ത് പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നു. അതായത് ബുധനാഴ്ച ഉച്ചയ്ക്കാണ് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കത്ത് നൽകുന്നത്. അതായത് പിറ്റേ ദിവസം ചർച്ച നടത്താൻ തലേദിവസം ഉച്ചയ്ക്ക് ആണ് ആ ആവശ്യം ഉന്നയിക്കുന്നത്. പാർലമെൻറ്റ് നടക്കുന്ന സമയമാണ്, സ്വാഭാവികമായി അത് പരിഗണിക്കുകയില്ല. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചതായി അറിഞ്ഞിട്ടില്ല എന്നാണ് നഡ്ഡ പറഞ്ഞത്. ഇത്രയുമാണ് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. പിന്നെ കാണുന്നത് നമുക്ക് ഇവിടെ സഭയിലെ പ്രതിഷേധം വരുമ്പോൾ ഇവിടെ ഈ പറയുന്ന വി ഡി സതീശൻ ഈ വിഷയം തുടർച്ചയായി ഉന്നയിക്കുന്നു. അപ്പുറത്ത് ഇന്ന് എം പി രാജേഷാണ് മറുപടി പറയുന്നത്. അപ്പോൾ ശാഠ്യമാണ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഒരു ശാഠ്യമാകുന്ന ഒരു സമരം എന്നുള്ളതാണ്. ഇതിപ്പോൾ വി എസ് സർക്കാർ എത്ര കൊടുത്തതിൽ നിന്നാണ് ഉമ്മൻചാണ്ടി സർക്കാർ 1000 ആക്കിയതെന്ന് ചോദ്യമുണ്ടല്ലോ. പടിപടിയായി കൂട്ടി എന്ന് പറയുന്നു. അപ്പോൾ ഈ പടിപടിയായി കൂട്ടിയ കാര്യം വരുമ്പോൾ ഈ 9 വർഷം ത്തിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം കൂട്ടിയിട്ടുണ്ടെന്ന ചോദ്യം കൂടിയുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ജോലിയല്ല അവർക്ക് കോവിഡിന് ശേഷം ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഇടത് സർക്കാരിനെ തുടർച്ചയായി രണ്ടാം ഭരണത്തിലേക്ക് എത്തിക്കുന്നതിൽ കൂടി പ്രധാന പങ്ക് വഹിച്ചവരാണ് ഈ ആശമാർ എന്നുള്ള കാര്യം മറക്കരുത്. കാരണം ഈ 6 മണിയുടെ വാർത്താസമ്മേളനം, മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം, മുഖ്യമന്ത്രി കരുതലോടെ പറഞ്ഞിരുന്ന വാചകങ്ങൾ, ആ വാചകങ്ങളിലേക്കുള്ള വിവരങ്ങൾ നൽകിയിരുന്നവരാണ് ഈ ആശമാർ എന്നുള്ളതാണ്. ഇവിടെ പുറത്തിറങ്ങാനും ആളുകളെ തൊടാനും മിണ്ടാനും ഒക്കെ ഭയന്നിരുന്ന ഒരു കാലത്ത് അവർക്കിടയിൽ പ്രവർത്തിച്ചവരാണ് ഈ ആശമാർ. അന്നൊക്കെ അവരെ വാനോളം പുകഴ്ത്തിയിട്ടുണ്ട്. അവരാണ് ഇപ്പോൾ ഒരു അനാവശ്യ സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത്, ഗൂഢലക്ഷ്യത്തോടു കൂടിയുള്ള സമരത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് പറയുന്നത്. സ്ത്രീകളാണ് സമരം ചെയ്യുന്നത്. ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ സ്ത്രീകളാണ്. അവർ എത്ര മണിക്കൂറോളം പണികളെടുക്കുന്നു, അവരുടെ പണിയുടെ സ്വഭാവം എന്താണ്, ജോലിയുടെ സ്വഭാവം എന്താണ് എന്നൊക്കെ അവർ വളരെ വിശദമായി പറഞ്ഞിട്ടും അവർക്ക് ആഴ്ചയിൽ 15 ദിവസമേ ജോലിയുള്ളൂ, ബാക്കി ദിവസം ഈ ജോലിയില്ല, അവർക്ക് മറ്റു ജോലി എടുക്കാം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ കുറച്ചു കാലമായി നടന്നുകൊണ്ട് കോവിഡിന് ശേഷം അങ്ങനെയല്ല അവരുടെ ജോലിയുടെ സ്വഭാവം എന്നുള്ളത് അവർ ഓരോരുത്തരും തന്നെ നമ്മളോട് അറിയിക്കുന്നുണ്ട്. ഇനി സമരവുമായി ബന്ധപ്പെട്ട BMS വേഷം മാറി SUCI ആയി ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. SUCI സമരത്തിലുണ്ട്. ഇനി BMS സമരത്തിൻ്റെ ഭാഗമായാൽ തന്നെ അതിനൊരു കുറ്റം പറയാമോ? BMS-ഉം CAT-യും ഒരുമിച്ച് എത്രയോ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ കേന്ദ്രം BJP ഭരിക്കുമ്പോഴും BJP-യുടെ നിലപാടുകൾക്കെതിരെ BMS നിലപാടുകൾ എടുത്തിട്ടുണ്ട്, ചില സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ BMS-ന് തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അവരുടേതായ ഒരു സമീപനം എടുക്കുന്ന ഒരു സംഘടനാ സംവിധാനമാണ്. BMS ഇതിൽ ഏതായാലും ഭാഗമായിട്ടില്ല. പക്ഷേ BMS വരുന്നു എന്ന രൂപത്തിലാണ് അതിനെ അവതരിപ്പിക്കുന്നത്. തൊട്ടുകൂടാത്തവരും തിണ്ടിക്കൂടാത്തവരുമായിട്ടൊന്നുമില്ല. രാഷ്ട്രീയ നിലപാടുകളൊക്കെ വ്യത്യസ്തമായിരിക്കാം. പക്ഷേ ഒരു വിഭാഗം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് പിന്തുണ അർപ്പിക്കാൻ ഒരു വിഭാഗം എത്തുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഗൂഢലക്ഷ്യമാണ് ഈ സമരക്കാർക്ക്. ഇന്ന് ഈ എം വി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം, ആശാവർക്കർമാരെ ഉപയോഗിച്ച് അങ്ങനെയാണ് ഈ ഇത്ര ബുദ്ധിമുട്ടില്ലല്ലോ. BMS-ന് കേന്ദ്രത്തിൽ നിന്നുള്ള പൈസ ആദ്യം മേടിച്ചു കൊടുത്തിട്ട് കേരളത്തിൽ നിന്ന് മേടിച്ചു കൊടുത്താൽ പോരെ? അതെ, അതല്ല പറയുന്നത്. ആശാവർക്കർമാരെ ഉപയോഗിച്ച്, അതായത് ഈ ആശാവർക്കർമാരെ ഉപയോഗിക്കുകയാണ്. അവർക്ക് സ്വന്തമായി പറയാൻ അറിയില്ല, അവർക്ക് സ്വന്തമായി നിലപാടില്ല, അവർക്ക് സ്വന്തമായ അനുഭവങ്ങളില്ല. അവരെ ഉപയോഗിക്കുകയാണെന്ന് പറയുമ്പോൾ ഈ സ്ത്രീകൾക്ക് സ്വന്തമായ അഭിപ്രായമില്ല, അവരുടെ അനുഭവമാണ് അവർ പറയുന്നത്. അവർക്ക് ആരും ഇപ്പോൾ പഠിപ്പിച്ചു കൊടുത്ത് തത്തമേ പൂച്ച എന്ന് പറയുന്നവരല്ല. ചോദിച്ചോട്ടെ, ഈ ആശാവർക്കർമാരോട് BMS-ന്റെ പിന്നെ അവർ ഈ സമരത്തോട് സഹകരിക്കാൻ വരുമ്പോൾ അവരോട് ഈ ആശാവർക്കർമാർ ചോദിക്കേണ്ടത്, അവിടെ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ് BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഇതിനോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ലത്? ആ നീകരിക്കേണ്ടത് നിങ്ങൾ അവിടെ സമരം ചെയ്തതിന് ശേഷം ഞങ്ങളുടെ കൂടെ ഇവിടെ സമരത്തിൽ ഇരുന്നാൽ മതി പറയാനുള്ള ഒരു മര്യാദയില്ല. BMS ഞാൻ ചോദിച്ചു ഇന്നത്തെ ചർച്ചയിൽ, മിനിയോട് ഞാനത് ആവർത്തിച്ച് ചോദിച്ചാണ്, BMS നിങ്ങളുടെ കൂടെ സമരത്തിന് ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. BMS-ന് പിന്തുണ ഉണ്ടായിരിക്കാം, സമരത്തിന് പിന്തുണ ഏൽപ്പിച്ച് അവിടെ വന്നിട്ടുണ്ടാകാം, അങ്ങനെ അവിടെ പലരും വരുന്നുണ്ട്. ഒരു രാഷ്ട്രീയമില്ലാത്തവരും കുറേ കാലം ഇടത് സർക്കാരിനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പിന്തുണച്ചിരുന്നവരും ഒക്കെ തന്നെ ഈ സമരത്തിന് പിന്തുണ
പ്രഖ്യാപിച്ചു വരുന്നുണ്ട്. സമരവേദിയിൽ അവിടെ സമരം ഇരിക്കുന്നവരിൽ BMS ഇല്ല എന്ന് മിനി ഉറപ്പിച്ചു പറയുന്നുണ്ട്. മാത്രമല്ല, രണ്ടാം തവണ സുരേഷ് ഗോപി വന്നപ്പോൾ ഇനി താങ്കൾ വരുമ്പോൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേന്ദ്രത്തിൽ ഉന്നയിച്ചിട്ട് വരൂ, തീരുമാനമാക്കിയിട്ട് വരൂ എന്ന് മിനി പറഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തകർ അല്ല, അത് ഈ സമൂഹത്തിൽ നടന്നൊരു വേറെ സന്ദേശം ഉണ്ടല്ലോ. ആ സന്ദേശത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. BMS ഇതിനോട് സപ്പോർട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ, ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും എന്ന് പറയുമ്പോൾ അതിന് സമൂഹത്തിൽ കൊടുക്കുന്ന സന്ദേശം ഉണ്ടല്ലോ. ആ സന്ദേശം എന്ന് പറയുന്നത് ഇടത് സർക്കാരിനെതിരായിട്ടാണ്, ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ടാണ്. അപ്പൊ ഈ സമരം ഈ പറയുന്ന കേരളത്തിലെ സർക്കാരിനോട് മാത്രമാണോ കേന്ദ്രത്തിനോട് കൂടിയാണോ എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഒരു സംശയമില്ല, ഇത് കേരളത്തോടുള്ള സമരമാണ്. കാരണം അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഓണറേറിയം കൂട്ടുക എന്നത് തന്നെയാണ്. ഓണറേറിയമാണ് അവർക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട തുക, അത് കൂട്ടുക എന്നത് തന്നെയാണ് അവരുടെ ആവശ്യം. കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് കൂട്ടട്ടെ. ഇവിടുത്തെ സമരത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഇൻസെന്റീവ് കൂട്ടാമെന്ന് നഡ്ഡ പറയുകയെങ്കിലും ചെയ്തിട്ടുള്ളത്. എത്ര കൂട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. അതിൽ തന്ത്രം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് സംസ്ഥാന സർക്കാരിനോടാണ് ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ ഇതാണ് ചോദിക്കേണ്ടത്, നിങ്ങൾ അവിടെയാണ് ചോദിക്കേണ്ടത്, നിങ്ങളുടെ മുദ്രാവാക്യം ഇതാണ് ആകേണ്ടത് എന്തെങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഡിക്റ്റേറ്റ് ചെയ്യുക? അങ്ങനെയല്ലല്ലോ. അവർക്കറിയാം അവരുടെ ആവശ്യം എന്താണെന്ന്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്നുള്ളത് ഓണറേറിയം കൂട്ടുക എന്നുള്ളതാണ്. 21,000 രൂപയാക്കുക എന്നുള്ളതാണ്. ഇവിടെ ജീവിക്കാൻ ആവശ്യമായ അടിസ്ഥാനപരമായ ഒരു തുക നൽകുക എന്നുള്ളതാണ്. ഇനി ഈ സമരത്തിൽ BMS എന്നൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഈ സമര വിഷയം മാറ്റാനുള്ള തന്ത്രമാണെന്നേ. ഇതിപ്പോൾ ഒരുമിക്കുന്ന പല ഘട്ടങ്ങളുമുണ്ട്. ഈ BMSനൊക്കെ കുറ്റം പറയുന്നുള്ളൂ. ഈ ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരത്തിൽ ആരൊക്കെയാണ് ഒരുമിച്ചുണ്ടായിരുന്നത്? സുഗതകുമാരി ഉണ്ടായിരുന്നു, അതിൽ കുമ്മനം ഉണ്ടായിരുന്നു, MA ബേബി ഉണ്ടായിരുന്നു, P പ്രസാദ് ഉണ്ടായിരുന്നു. ഇതെന്ത് തരം ഐക്യമാണ് എന്ന് പറയാമല്ലോ. ഇതിന് വേറെ എന്തെങ്കിലും തരം സഖ്യമെന്ന് വിളിക്കാമല്ലോ. വിഷയമാണ് പ്രധാനം. ഹിന്ദു ഐക്യവേദിയുടെ പിന്നെ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ബിജെപിന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലല്ല പറയുന്ന വെച്ചാൽ ആശയം എന്താണെന്നുള്ള കുമ്മനവുമായിട്ടൊന്നും ഒരു തരത്തിലും CPM സഹകരിക്കേണ്ട കാര്യമില്ല. പക്ഷെ വിഷയമാണ് പ്രധാനം. ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള സഖ്യമായിരുന്നു സുഗതകുമാരിയും. പ്രശ്നമുണ്ട് മേഡം. കേന്ദ്രം ഭരിക്കുന്നത് BJPയും കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം പറയുന്നത് എന്താണ്? കേന്ദ്രം ഒരു സംവിധാനം സഹകരിക്കുന്നില്ല. 7,000 രൂപ ഉണ്ണിസാർ നേരത്തെ പറഞ്ഞാൽ 1,000 രൂപ തുടങ്ങിയിട്ട് 7,000 രൂപ കൊടുത്തത് കേരള സർക്കാരാണ്. അത്രയും പൈസ കൂട്ടിക്കൊടുക്കുന്ന സമയത്ത് കേന്ദ്രം സഹകരിക്കാതെ ഇത്രയും വലിയൊരു ബാധ്യത കേരള സർക്കാർ മാത്രം എടുത്തു. ഇത് ഇന്നും നാളെയും കൊടുത്താൽ പോരല്ലോ. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കേരള സർക്കാരിന് മാത്രമായി മാറില്ല. ഒരു മിനിറ്റ്, ഓണറേറിയം കൂട്ടുക എന്നുള്ള സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഇരട്ടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 10,000 രൂപയാക്കാൻ, അന്ന് ഇവിടെ എത്രയും ഓണറേറിയം ഉണ്ടായിരുന്നു, 10,000 രൂപയാക്കണമെന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ടത് CET നേതാവ് എളമരം കരീമാണ്. അന്ന് അദ്ദേഹം MLA ആണ്. അപ്പോൾ അന്നും ഇരട്ടിയുടെ അധികവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹരിയാനയിൽ സമരം ചെയ്യുമ്പോൾ, പശ്ചിമ ബംഗാളിൽ സമരം ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാരുകൾക്കെതിരെയാണ് സമരം. അവിടെയും ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാണ്. ഇവിടെ ഹരിയാനയിൽ എത്രയാണ് ആവശ്യപ്പെട്ടതെന്ന് അറിയോ? 3,000-ൽ നിന്ന് 26,000 ആക്കാനാണ്. അപ്പോൾ എത്രയാണ് അവർ ആവശ്യപ്പെടുന്നത്? അത് വലിയ തുകയാണെന്ന് പറയാമല്ലോ. അത് CIT അവിടെ ആവശ്യപ്പെടുമ്പോൾ നല്ല സമരവും ഇവിടെ ആവശ്യപ്പെടുമ്പോൾ തെറ്റായ സമരം എങ്ങനെയാവുന്നത്? കേന്ദ്രത്തോടല്ല സംസ്ഥാനത്തോടാണ് സമരം എന്ന് പറയും. ഇനി ശരി, കേന്ദ്രമാണ് കൂട്ടേണ്ടത് എന്ന ആവശ്യം ഞാനിതാ പറയാൻ പോകുന്നു എന്നിപ്പോൾ ഇവിടെ ആരോഗ്യമന്ത്രി പറയുന്നുണ്ടല്ലോ. അത് ഇവർ ഈ സമരം ചെയ്യുമ്പോഴല്ല, അതിനു മുമ്പ് തോന്നണം ആ കാര്യം കൂട്ടണമെന്ന ആവശ്യം. ആ ആവശ്യം ഇവിടെ ഉന്നയിച്ചത് മഹാരാഷ്ട്രയും UPയും മാത്രമാണ് എന്ന് ഇന്ന് പാർലമെന്റിൽ നിന്ന് രേഖകൾ വന്നിട്ടുണ്ട്. കേരളം ആവശ്യപ്പെട്ടിട്ടില്ല കേന്ദ്രം കൂട്ടണമെന്ന്. ആശാ വർക്കർമാരുടെ അവർക്ക് കിട്ടേണ്ട തുക കൂട്ടണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാരിൽ നിന്ന് പോയിട്ടില്ല. പോയത് മഹാരാഷ്ട്രയിൽ നിന്നും UPയിൽ നിന്നുമാണ്. അപ്പോൾ എന്താണ് ഈ ആത്മാർത്ഥത? ഇവർ ഈ സമരം ചെയ്യുമ്പോൾ ഇവരുടെ മുദ്രാവാക്യം മാറ്റാൻ വേണ്ടി ഇവിടെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. UPയിൽ ഓർഡിനറി എത്രയാ? എനിക്കറിയില്ല. ഓണറേറിയം കൂട്ടണമെന്ന്, ഓണറേറിയം കൂട്ടാനല്ല, ഓണറേറിയം അല്ല കേന്ദ്രം കൂട്ടുന്നത്, സംസ്ഥാന സർക്കാരല്ലേ ഓണറേറിയം കൂട്ടുന്നത്. കുറവായിരിക്കും, അതുകൊണ്ടാണ് അവർ കൂട്ടണമെന്ന് പറയുന്നത്. രണ്ട് കാര്യമുണ്ട്. ഇവിടുത്തെ ജോലി, വിവിധ സംസ്ഥാനങ്ങളിൽ ആശാവർക്കർമാരുടെ ജോലി വ്യത്യാസമുണ്ട്. അതിനകത്ത് വേറെ പ്രശ്നമുണ്ട് സ്മൃതി. അതല്ല, അതിനകത്തൊരു കാര്യം, ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും ഒക്കെ ആശാവർക്കർമാരുടെ ജോലി എന്ന് പറയുന്നത് കേരളവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കഠിനമാണ്. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു വില്ലേജിൽ ഒരു മഹാരാഷ്ട്രയിൽ 3,500 ആണ്. 3,500 രൂപ ഓണറേറിയത്തിലാണ് മഹാരാഷ്ട്രയിലെ ഒരു ആശാ വർക്കർ പണിയെടുക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം 3,500 രൂപയ്ക്ക് പണിയെടുക്കാൻ പറ്റില്ല. ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. 7,000 രൂപ ഓണറേറിയവും ഇൻസെൻറ്റീവായിട്ട് 3,000 രൂപയും കൂടി 10,000 രൂപ ഒരു മാസം കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ 333 രൂപ ഒരു ദിവസം വേതനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. 3,500 രൂപ മഹാരാഷ്ട്രയിലുള്ളവർക്ക് വേതനം കൂട്ടാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് 7,000 വരെ കൂട്ടേണ്ട ഉത്തരവാദിത്വം മഹാരാഷ്ട്ര സർക്കാരിനുണ്ട്, ഇല്ലേ? കാരണം എന്താണ്? അതൊരു മിനിമം വേജസ് ആണല്ലോ ആ 7,000 രൂപ എത്തിക്കുന്നത്. കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? 7,000 രൂപ ഓർഡിനറി മാത്രമല്ല, 7,000 പ്ലസ് 1,200 എന്ന് പറയുന്ന ഇൻസെൻറ്റീവിൻ്റെ 40% കൊടുക്കണം, 8,200 രൂപ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഒരു വർഷം 200 കോടി രൂപ, 208 കോടി രൂപ, 206 കോടി രൂപേൻ്റെ ബാധ്യത ഒരു വർഷം. ഈ പറഞ്ഞ 21,000 ആശാ വർക്കർമാരുടെ ഒരു ബാധ്യത 26,000. അപ്പോൾ ഏകദേശം 220 കോടി രൂപയുടെ
ബാധ്യത ഒരു വർഷം കേരള സർക്കാർ ആശാവർക്കന്മാരുടെ ബാധ്യതയുണ്ട്. അത്ര എന്തില്ല, അത്ര മഹാരാഷ്ട്ര യു പിയിലും ഇല്ല. അവരോട് കേന്ദ്രത്തിനോട് കൂട്ടാൻ പറയുന്നത് പോലെ കേരളം കൂട്ടാൻ പറയേണ്ട കാര്യം ഇപ്പോൾ സമയമില്ല. ആ സമയം എന്താണ് വരിക, ആരെങ്കിലും ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 7,000 രൂപ പോരാ, 10,000 രൂപ പോരാ, അത് കൂട്ടിത്തരണം എന്ന് കേരളം ആവശ്യപ്പെടുകയാണെങ്കിൽ അത് കൂട്ടിത്തരേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? അവിടെയാണല്ലോ സമരം വരുന്നതും ഈ പറയുന്ന ഡിസ്കഷൻ വരുന്നതും. അത് അങ്ങനെയാണ് സംഭവിച്ചത്. 2016 തുടങ്ങി ഇങ്ങോട്ട് 2016 1,000 രൂപയിലിരുന്ന ഓർഡിനറിയം 7,000 രൂപയാക്കിയത് ഇടതുപക്ഷ സർക്കാരാണ്. 21 വരെ കൂട്ടി അല്ലേ? അതിനുശേഷം കേരള സർക്കാർ അത്ര വലിയ സാമ്പത്തിക ഭദ്രതയിലൊന്നും അല്ലല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക ഭദ്രതയിലല്ല. ഇതിനിടയ്ക്ക് തന്നെ മന്ത്രിസഭാ തീരുമാനം ഉണ്ടാകുകയും കൂട്ടേണ്ടവർക്കൊക്കെ കൂട്ടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സമരം ഇത്ര ശക്തമായതും ഈ പ്രതികരണങ്ങൾ ശക്തമാകുകയും ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളാണ് കൂടുതൽ കൊടുക്കുന്നതെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ കർണാടകയിൽ കുട്ടികളെ കാര്യം അറിയാമല്ലോ. കർണാടകയിലും സമരം ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ഫിക്സഡ് ഓണറേറിയം 10,000 ആക്കിയിട്ടുണ്ട്. അത് ജനുവരി മാസം സമരം പ്രഖ്യാപിച്ചപ്പോൾ നടന്ന ഉറപ്പാണ്. അത് ഏപ്രിൽ മുതൽ കൊടുക്കുമെന്നാണ് പറയുന്നത്. ഏപ്രിൽ 1-ാം തീയതി കൊടുത്തിട്ടില്ലെങ്കിൽ അവർ വീണ്ടും സമരം ഉണ്ടാകും. ഏപ്രിൽ 1-ന് കൊടുക്കുമെന്നുള്ളതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പ്. അപ്പോൾ 10,000 ഓണറേറിയം എന്നുള്ളത് ഇപ്പോൾ കൂടുതൽ കിട്ടുന്നത് കർണാടകത്തിനാണ്. അതിന് മുകളിൽ കൊടുക്കും. ഏപ്രിൽ 1 മുതൽ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഉറപ്പാണ് അവർക്ക് അന്ന് കൊടുത്തത് സമര സമയത്ത്. ഏപ്രിൽ 1 മുതൽ കൊടുത്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായി അവർ സമരത്തിലേക്ക് പോകും. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറഞ്ഞിട്ട് കർണാടക കൊടുത്തല്ലോ നമുക്ക് കൊടുക്കുന്നുണ്ടോ നോക്കാം. ഏതായാലും ഇവിടെ ഈ സമരത്തോടുള്ള സമീപനം വ്യക്തമാണ്. ഓണറേറിയം കൂട്ടില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ ഇവിടെ വ്യക്തമാക്കുകയാണ്. ഇന്ന് പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ അത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഈ സമരത്തോടുള്ള നിലപാട് അതികഠിനമായിരിക്കും. ഈ ആശാ വർക്കർമാരുടെ സമരവും അതികഠിനമായി തന്നെ മുന്നോട്ട് പോകും. ഇന്നലെ മുതൽ തുടങ്ങിയ പട്ടിണി സമരത്തിൽ ഒരാൾ വീണിരിക്കുന്നു. ഒരാൾ വീഴുമ്പോൾ അടുത്തയാളിരിക്കും. ഏതായാലും ഈ 400 എന്ന കണക്ക് എന്ന് പുച്ഛിക്കുന്ന 400 എന്ന കണക്ക് എത്ര ദിവസം മുന്നോട്ട് പോകുന്ന നമുക്ക് നോക്കാം. അത് കഴിയുമ്പോൾ ഒരുപക്ഷെ ഉറപ്പായിട്ടും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നവർ നിരാഹാരം മരിക്കാൻ വരുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ആശമാർ മാത്രമായിരിക്കില്ല, ആശമാർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ സമരത്തെ കേരളം കാണുന്നുണ്ട്. ഈ സമരത്തോടുള്ള സർക്കാരിന്റെ സമീപനവും കേരളം കാണുന്നുണ്ട്. മഴവിൽ സഖ്യത്തിന്റെ സമരമാണോ അത്? ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ 8-9 വർഷമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെ ഇത്രയധികം എഴുത്തിക്കാട്ടുന്ന ഒരു സമരം വേറെ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഇടതുപക്ഷ സർക്കാർ ഒരു തൊഴിലാളി വർഗ സർക്കാരല്ല എന്നുള്ളൊരു നിലപാടൊന്നും എനിക്കില്ല. നല്ല രീതിയിൽ തൊഴിലാളികളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന സർക്കാർ തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ എന്നുള്ള കാര്യത്തിലാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എന്താണ് ഈ 450 വരുന്ന അമ്മമാർ അതിന് മുൻപിൽ സമരം ഇരിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ കാണുക എന്നുള്ളതാണ്. ഈ ഒരു തിരഞ്ഞെടുപ്പ് വർഷം എന്നുള്ള നിലയ്ക്ക് 2025-26 കാലയളവിൽ ഇതുപോലെ ഒരു സമരം കേരളത്തിൽ നടക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആ അഭിപ്രായത്തിന് 1-2 കാര്യങ്ങളുണ്ട്. ഇന്ന് ഡൽഹിയിൽ പോയി തിരിച്ചു വരുന്ന വീണ ജോർജ് പത്രക്കാരെ കാണുന്ന സമയത്ത് മന്ത്രി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്നെ വ്യക്തിപരമായി ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയാണെന്നുള്ളതാണ്. ഈ ഉണ്ണി സാർ നേരത്തെ പറഞ്ഞത് ഇതൊരിക്കലും വ്യക്തിപരമായി വീണ ജോർജിനെ വ്യക്തിപരമായി ആക്രമിക്കുന്ന ഒരു സമരമേ അല്ല. ഒരിക്കലും അങ്ങനെ അതിനെ കാണാനും പാടില്ല. അവർ കേരളത്തിൻ്റെ ഒരു ആരോഗ്യമന്ത്രിയാണ്, അവർ ശിശുക്ഷേമ മന്ത്രിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കീഴിൽ വകുപ്പിൽ വരുന്ന എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണ ഉത്തരവാദിത്തം അവരാണ്. അതിനെ കൈകാര്യം ചെയ്യാൻ അവർ ഒന്നിലും പഠിക്കണം. അല്ലെങ്കിൽ മാധ്യമപ്രവർത്തക എന്നുള്ള നിലയ്ക്ക് കുറേ വർഷങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള അവർക്ക് മാധ്യമപ്രവർത്തനത്തിൻ്റെ ശൈലി നല്ല രീതിയിൽ അറിയാം. അവരങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല, ഒറ്റ തിരിഞ്ഞ് മാധ്യമങ്ങളെ ആക്രമിച്ചതുകൊണ്ടോ ഈ സമരം ഇല്ലാതാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവരെന്താണ്, അവർ ഈ മന്ത്രിസഭയുടെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് വീണ ജോർജ് ഇതിനെ പക്വതയോടുകൂടിയിട്ട് കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത്. എന്താണ് അവരുടെ ആവശ്യമെന്ന് പറയുന്നത്? നേരത്തെ നമ്മളൊക്കെ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അവർക്ക് കിട്ടുന്നത് 10,000 രൂപയാണ് മൊത്തത്തിൽ കിട്ടുന്നത്. 7,000 രൂപ ഓർഡിനറിയും 3,000 രൂപ ഇൻസെൻറ്റീവ് 10,000 രൂപയാണ് കിട്ടുന്നത്. എന്നാൽ 333 രൂപയാണ് അവർക്ക് ഒരു ദിവസം കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് 8,200 രൂപ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരള സർക്കാരാണ് കൊടുക്കുന്നത്. ആ കേരള സർക്കാർ കൊടുത്താൽ ബാക്കി 1,600 രൂപ മാത്രമേ കേന്ദ്രം കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊരു അതിൻ്റെ പെർസെൻറ്റേജ് ആലോചിച്ച് നോക്കിക്കേ. ഏകദേശം 20% താഴെ മാത്രമാണ് കേന്ദ്രം കൊടുക്കുന്നത് അല്ലേ? 10,000 രൂപയിൽ 20% താഴെ മാത്രമാണ് കേന്ദ്രം കൊടുക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് എത്രയാണ് ഈ പറയുന്ന 333 രൂപയ്ക്ക് ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് മിനിമം വേതനം 700 രൂപയാക്കണം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇടതുപക്ഷ മുന്നണി അവരുടെ പ്രകടന പത്രത്തിൽ 700 രൂപയാക്കണം മിനിമം വേതനം എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആശാ വർക്കർമാരെ ഒഴിവാക്കണമെന്ന് അവർ പറഞ്ഞിട്ടില്ലല്ലോ. തൊഴിലാളികൾക്ക് 700 രൂപ വേതനം വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണ്? ഈ 700 രൂപ ഈ പറയുന്ന മിനിമം വേജസ് ആക്ടിൻ്റെ കീഴിൽ ഈ പറയുന്ന ആശാ വർക്കർമാർ വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവരോട് പറയാൻ പറ്റില്ല, നിങ്ങളെന്താ ആശാ വർക്കർമാരുടെ ജോലി നിങ്ങൾ വിട്ടിട്ട്
തൊഴിലാളികളായിക്കോളൂ എന്ന് പറയാൻ അവരെ കൊണ്ട് പറ്റില്ല, നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കേരള സർക്കാർ കേന്ദ്രത്തിനോടും കൂടെ പറയണം, നിങ്ങൾ മിനിമം ഞങ്ങൾക്ക് ഈ പറയുന്ന 20% താഴെ 1600 രൂപ മാത്രമാണ് നിങ്ങൾ തരുന്നത്, അതിനേക്കാളും കൂടുതൽ പണം ഞങ്ങൾക്ക് തരണം എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3500 രൂപയാണ് മഹാരാഷ്ട്രയിൽ ആകെ ഓർഡിനറിയമായി കൊടുക്കുന്നത്. BJP ഭരിക്കുന്ന ആണ്. യിൽ കൊടുക്കുന്ന 1500 രൂപയാണ്. വെറും 1500 രൂപയാണ് അവിടെ കൊടുക്കുന്നത്. അതിന് 5000 രൂപ താഴെയാണ് ഇപ്പോൾ എല്ലാ ഇൻസെൻറ്റീവ് അടക്കം അവിടെ കിട്ടുക. ഇവിടെ 10000 രൂപ കിട്ടുന്നുണ്ട്. ഇപ്പോൾ കർണാടക 10000 രൂപ ആക്കി എന്നുള്ളത് ഞാൻ പറയുന്നത് നല്ല മാതൃകയാണ്. കാരണം എന്താണ്, കർണാടക 10000 ആക്കേണ്ടി ഏപ്രിൽ മാസം കൊടുക്കാൻ തുടങ്ങി. ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ, ഏപ്രിൽ മാസം തന്നെ കൊടുക്കാൻ തുടങ്ങുമല്ലേ ഉള്ളൂ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കേരളത്തിൽ ഇവർ സമരം തുടങ്ങിയതുകൊണ്ട് മാത്രമല്ല, അതിപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ SUC സമരം നടത്തിയതുകൊണ്ടോ INTUC സമരം നടത്തിയതുകൊണ്ടോ BMS BJP സമരം നടത്തിയതുകൊണ്ടല്ല. കേരളത്തിലെ ഒരു മനുഷ്യന് സാമാന്യം ജീവിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 700 രൂപയിൽ 500 രൂപയെങ്കിലും കൊടുക്കാനുള്ള ഒരു മനസ്ഥിതി ഈ സർക്കാർ കാണിക്കണമെന്നുള്ളത് തന്നെ എൻ്റെ അഭിപ്രായം. എന്ന് പറഞ്ഞാൽ അതൊരു സർക്കാർ വിരുദ്ധ സമരമായി മാറാനുള്ള അവസ്ഥ ഈ പറയുന്ന സർക്കാർ ഉണ്ടാക്കാനേ പാടില്ല. അവരെന്താണ് ഇന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഗോവിന്ദൻ മാഷ് പറഞ്ഞ കാര്യം എന്താണ്, ഇത് മാധ്യമങ്ങളും ഇടതുപക്ഷ വിരുദ്ധ പ്രസ്ഥാനങ്ങളെല്ലാവരും കൂടി നടത്തുന്ന സമരമാണ്. ഉണ്ണിസാർ നേരത്തെ പറഞ്ഞു, എന്തിനാണ് ഇത് ഇടതുപക്ഷ വിരുദ്ധ പ്രസ്ഥാനങ്ങളെയും ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങളെയും ഈ സർക്കാരിനെതിരെ അഴിഞ്ഞാടാൻ വിട്ടുകൊടുക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ 100 കോടി രൂപയാണ് അഡീഷണൽ വരിക. നമ്മളെന്താ 220 കോടി രൂപയോളം ഓൾറെഡി ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓരോ 100 110 രൂപയുടെ അഡീഷണൽ കൊടുത്താൽ ഈ പ്രശ്നം തീരും ഇല്ലേ? ഒരു വർഷം 100 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഒരു മാസം 10 കോടി രൂപേൻ്റെ വ്യത്യാസം വരാനുള്ളൂ. 120 കോടി എന്ന് പറഞ്ഞാൽ 10 കോടി രൂപ ഒരു മാസം അഡീഷണൽ വരും. നമ്മൾ ഈ കേരളത്തിലെ നിങ്ങൾ നോക്കിക്കോളൂ, ഈ ഒരു കഴിഞ്ഞ 3 വർഷമായിട്ട് കേരളത്തിലെ PRD കൊടുത്ത പരസ്യത്തിൻ്റെ കണക്കെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതലുണ്ടാവും ഇല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് PRD പരസ്യം കൊടുക്കുന്നത്? PRDയും ഈ പറയുന്ന സംസ്ഥാന സർക്കാരും എല്ലാ സംവിധാനങ്ങൾക്കും വേണ്ടി പരസ്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സർക്കാരിൻ്റെ പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടിയിട്ടല്ലേ? ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായ ഇതിനേക്കാളും നന്നാവുന്ന ഒരു സംവിധാനം വേറെ ഉണ്ടാവില്ല. നിങ്ങൾ ഈ 27,000 ആൾക്കാർക്കൊന്ന് കൂട്ടിക്കൊടുത്ത് നോക്കിക്കേ. അത് കൂട്ടിക്കൊടുത്ത് നോക്കിയാൽ ഈ പറയുന്ന 100 കോടി രൂപ കൂട്ടിക്കൊടുത്തു എന്ന് വിചാരിച്ചതുകൊണ്ട് നിങ്ങൾക്ക് അതിനേക്കാളും നല്ല ഇത് എന്തുകൊണ്ടാണ് ഇത് സർക്കാർ വിരുദ്ധ ഒരു പ്രോഗ്രാമായി മാറ്റുകയാണ്. നേരത്തെ സ്മൃതി മാഡം പറഞ്ഞു വന്നല്ലോ, ഇവർ ഇനി ആശാവർക്കർമാർ മാത്രമായിരിക്കില്ല സമരം ഇരിക്കുന്നത്, അത് നോക്കിയിരിക്കുകയാണ്. ഞാൻ പറയുന്നത് മറ്റുള്ള പാർട്ടികളും മറ്റുള്ള പ്രസ്ഥാനങ്ങളും ഏത് കാര്യത്തിൽ അല്ല, അതുകൊണ്ടല്ല, ഏത് കാര്യത്തിന് സ്മൃതി മാഡം പറഞ്ഞുകൊണ്ട് ഞാൻ പറയല്ല, ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് സർക്കാരിനെതിരെ ഏത് രീതിയിൽ സമരം ചെയ്യാമെന്ന് നോക്കിയിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇതുവരെ അവർക്ക് സമരം ചെയ്യാനുള്ള വേദി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എന്തിനു വേണ്ടി സമരം ചെയ്യും? ഒരു കാര്യത്തിന് വേണ്ടി. നമ്മൾ ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് ശക്തമായ സമരം കേരളത്തിൽ കണ്ടിട്ടില്ല. ശക്തമായ സമരം കേരളത്തിൽ കാണാത്തൊരു കാരണം എന്താണെന്നറിയോ? ശക്തമായ സമരം നടത്താനുള്ള സംവിധാനം കേരള സർക്കാർ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അല്ലേ? ഇപ്പോൾ വളരെ ചെറിയ കാര്യം, മൈന്യൂട്ടായിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 21,000 മാത്രം വരുന്ന ആശാവർക്കർമാരുടെ 26,000 വരുന്ന ആശാവർക്കർമാരുടെ മാത്രം പ്രശ്നം വലിയ രീതിയിലുള്ളതാണ്. അല്ല, ഞാൻ പറയുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ എത്തുന്ന സമയത്ത് ശക്തമായ രീതിയിൽ ഇതിനെ ഇടപെട്ട് അതിനെ നിർത്തുകയാണ് വേണ്ടത്. അല്ലാതെ അത് SUCA സമരമാണെന്നും അത് INTUCയും CJPയും BMS നടത്തുന്ന സമരമാണെന്ന് പറഞ്ഞാൽ ഇകഴ്ത്തിക്കാട്ടുകയല്ല വേണ്ടെന്നുള്ളത്. അവിടെ വേറൊരു പ്രശ്നം കൂടി ഉണ്ടെന്നേ. അവിടെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഒന്ന് സ്ത്രീജനങ്ങളാണ് അല്ലേ? രണ്ടാമത്തെ കാര്യങ്ങൾ പ്രായമായ ആൾക്കാരാണ്. 10, 60, 65 വയസ്സായ സ്ത്രീകളാണ് അവിടെ സമരം ഇരിക്കുന്നത്. അവരോടൊരു മാനുഷിക പരിഗണന കാണിക്കുക എന്നുള്ളതും അതിനേക്കാളും വലിയൊരു സംഭവമല്ല. അത് മാത്രമല്ല, ആ മന്ത്രി എന്ന് പറയുന്ന ഒരു വനിതയാണ്. വനിതയായ മന്ത്രി അവരോട് പെരുമാറേണ്ട ശൈലി അല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അതിന് വേറൊരു വിഷയം കൂടി ഉണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അവിടെ അന്ന് സുരേഷ് ഗോപി പോയല്ലോ. സുരേഷ് ഗോപി മഴയത്ത് കൊടയായിട്ട് പോയല്ലോ. കൊടയുമായി പോയപ്പോൾ കൊടയും വേറെ എന്തോ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അശ്ലീല പരാമർശം ചിലർ നടത്തിയിരുന്നു. അതിനെതിരെ ഇവർ വനിതാ കമ്മീഷന് പരാതി കൊടുത്തിരുന്നു. അതൊന്ന് ചർച്ചയിൽ മിനി പറയുന്നുണ്ട്. അത് ഇതുവരെ പരിഗണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, വനിതാ കമ്മീഷൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതാണ് സ്ത്രീകളോടുള്ള സമീപനം ഭയങ്കര പ്രശ്നമാണ്. അതിപ്പോൾ സ്ത്രീകളുടെ സമീപനത്തിനെതിരെയല്ല, ഏത് സർക്കാരിനെതിരെ സമരം നടത്തിയിട്ടുണ്ടെങ്കിലും ആ സർക്കാർ ആ സമരത്തെ വിജയിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യുമോ? ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതൊന്നും നടക്കാനേ പോകുന്നില്ല. പക്ഷേ എന്താണ് അവിടെ നടക്കുന്ന സംവിധാനം എന്ന് പറയുന്നത് ഇത് കാണേണ്ട സമരമാണ്. ഇത് സർക്കാർ കാണേണ്ട സമരം തന്നെയാണ്. ആ പ്രശ്നങ്ങൾ തീർക്കുക എന്നുള്ളതല്ലാതെ അതിനകത്ത് വേറെ പ്രശ്നം ഇനി കുറച്ചുകൂടെ നീട്ടിക്കൊണ്ട് പോയി നോക്കിക്കേ. ഈ സമരം നീട്ടിക്കൊണ്ട് നോക്കുക. ഇനി ഇവരെ എന്താണ് ഇവർ സർക്കാർ ഉദ്ദേശിക്കണേ? ഇതിന് കൂട്ടിക്കൊടുക്കില്ല എന്നുള്ളൊരു ശക്തമായ നിലപാടാണോ? ഇത് സമരം മുന്നോട്ട് പോകില്ലേ? അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത പാർട്ടി വന്നിരിക്കും, അടുത്ത പ്രസ്ഥാനങ്ങൾ വന്നിരിക്കും, ഈ സമരമായിട്ട് മുന്നോട്ട് പോകും. അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് സർക്കാർ തീർത്തത്തില്ല. ഞാൻ ഇന്നലെ അണ്ണാ ഹസാരേൻ്റെ കാര്യം പറഞ്ഞു. 2011 ശക്തമായി മൻമോഹൻ സിംഗ് നല്ല രീതിയിൽ വൃത്തിയായി ഭരിച്ചുകൊണ്ട് പോകുമായിരുന്നു, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. അപ്പോൾ എന്ത് സംഭവിച്ചതുകൊണ്ട് അണ്ണാ ഹസാരെ അവിടെ സമരം തുടങ്ങി. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് അറിയോ? ഇഗ്നോർ ചെയ്തു.
ഇഗ്നോർ ചെയ്തിട്ട് അതങ്ങ് ഡെവലപ്പ് ചെയ്ത് കയ്യിലൊതുങ്ങാത്ത സാധനമായി. ആ അണ്ണാഹസാന്റെ സമരമാണ് നല്ല രീതിയിൽ പ്രതിച്ഛായ ഉണ്ടായിരുന്ന മൻമോഹൻ സിംഗ് സർക്കാരിനെ BJP യുടെ കയ്യിൽ കൊണ്ടെത്തിക്കാൻ ഏക കാരണമെന്ന് പറയുന്നത്. അതേ അവസ്ഥ ചെറിയ പാർട്ടിയാണ്, 500 പേരേ ഉള്ളൂ 400 പേരേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നിന്ന് കഴിയുമ്പോൾ ഇത് വലുതായാൽ പിന്നെ എന്താണ് പറയുക, അത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. ശക്തമായി ബുദ്ധിയോടുകൂടി ഇതിനെ കൈകാര്യം ചെയ്യാൻ ആദ്യം വീണ ജോർജ് പഠിക്കുക, അത് കഴിഞ്ഞ് സർക്കാരും പഠിക്കുക. ഇത് ചെയ്തില്ലെങ്കിൽ ഇത് വലിയ ഭവിഷ്യത്ത് ഉണ്ടാക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി സുജയ. ആശാ സമരം എന്ന് പറയുന്നത് ആ തൊഴിൽ എടുക്കുന്ന, അതായത് തൊഴിലാളികളായി അവരെ കണക്ക് കൂട്ടിയിട്ടില്ല എങ്കിൽ പോലും അവർ ചെയ്യുന്ന തൊഴിലിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് ഈ 40 ദിവസമായി കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു തൊഴിലാളി വിഭാഗമായി പരിഗണിച്ച് അവർക്ക് ആവശ്യമായ രീതിയിൽ അവർക്കൊരു ജീവിത സാഹചര്യം മെച്ചപ്പെട്ട രീതിയിൽ ഉണ്ടാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിനെ ഒരു മഴവിൽ സഖ്യത്തിൻ്റെ സമരമാണ്, പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് എന്ന് പറയുമ്പോൾ ഈ ആശമാർക്ക് ശമ്പളം കൂട്ടുക അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന അവർക്ക് ലഭിക്കുന്ന തുക കൂട്ടുക എന്ന ആവശ്യം മറ്റ് സംസ്ഥാനങ്ങളിലും ഇനി CITU ഉയർത്താൻ പോകുന്നേയില്ല. കാരണം അവിടെയും മഴവിൽ സഖ്യം സമരം ചെയ്തോളുമല്ലോ. CITU അതിലും പങ്കെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സജീവമായ തൊഴിലാളി പ്രസ്ഥാനങ്ങളിലൊന്നാണല്ലോ CITU. ആ CITU ഈ സമരത്തിലില്ല, INTUC ഈ സമരത്തിലില്ല. ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഈ തൊഴിലെടുക്കുന്നവരുടെ തൊഴിലാളി വർഗത്തിൻ്റെ ഒപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആ ഒരു യൂണിയനായി ഇരിക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ പറയുന്നത് വെച്ചാണെങ്കിൽ, ഇപ്പോൾ ആരോപണങ്ങളിലൂടെ ഉയർന്നു വന്നിട്ടുള്ളതാണെങ്കിൽ പോലും ഏക തൊഴിൽ സംഘടന എന്ന രീതിയിൽ ഈ സമരത്തിനൊപ്പം നിന്നത് BMS ആണ്. മാർച്ച് 4-ാം തീയതി BMS ഒരു കത്ത് കൊടുത്തിട്ടുമുണ്ട് ആശാ വർക്കേഴ്സിന് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. മാർച്ച് 4-ാം തീയതിയാണ് ആരോഗ്യമന്ത്രിക്ക് BMS ഒരു കത്ത് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു തൊഴിൽ സംഘടന എന്ന നിലയിൽ INTUCയോ CITO ചെയ്യാത്ത ഒരു മാന്യത ഇവിടെ BMS കാണിച്ചിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ പറഞ്ഞു പോകണം. കാരണം ഇവരും ഒരു തൊഴിലാളി വർഗ്ഗമാണ്, തൊഴിലാളികൾക്കൊപ്പമാണ് എന്ന് ഭാരതീയ മസ്ദൂർ സംഘ് എന്ന BMS എന്തായാലും തിരിച്ചറിയുകയും അവർ ആ കത്തയക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ട്. അവിടെയാണ് എല്ലാവരെയും ചേർത്തുകൊണ്ട് BJPയും UDFും എല്ലാം ചേർന്നുകൊണ്ടൊരു മഴവിൽ സഖ്യമാണ് എന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നുണ്ട്. ഈ സമരത്തിന്റെ ചൂട് അദ്ദേഹത്തിന്റെ ഓഫീസ് വരെ എത്തിക്കഴിഞ്ഞിട്ട് കുറേ ദിവസമായി. പാർട്ടിയെ മാത്രമല്ല സർക്കാരിനെയും വലിയ രീതിയിൽ പിഴച്ചുലയ്ക്കുന്ന ഒരു സമരമായി സെക്രട്ടേറിയറ്റ് മുന്നിലെ ഈ സമരം മാറുകയാണ്. കാരണം ടാർപോളിനൊക്കെ അഴിച്ചു മാറ്റുമ്പോൾ കുറച്ച് മഴ നനയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസം വെയിൽ കൊള്ളുമ്പോൾ പെണ്ണുങ്ങളല്ലേ എണീറ്റ് പോകും എന്ന് കരുതിയിരുന്ന ആളുകൾക്ക് മുന്നിലാണ് അവരിപ്പോഴും സമരം തുടരുന്നത്. അതിൽ രാഷ്ട്രീയമില്ല എന്നൊന്നും ഞാൻ കരുതുന്നില്ല, അതിൽ രാഷ്ട്രീയമുണ്ട്. അല്ലാത്ത പക്ഷം നിയമസഭയിൽ അത് സബ്മിഷനായി വരികയും സർക്കാരിനെതിരെ ശക്തമായി പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്യില്ലല്ലോ. അതിൽ കൃത്യമായ രാഷ്ട്രീയ മുതലെടുപ്പ് അവിടെ നടക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. പക്ഷേ അവരുടെ പ്രശ്നം ആ കോസിനൊപ്പം നിൽക്കുക എന്നതാണ് മലയാളി എന്ന നിലയിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇന്ന് ലോക്സഭയിൽ KC വേണുഗോപാൽ MP ഈ വിഷയം മറ്റൊരു വിഷയത്തിന്റെ ചോദ്യത്തിനിടയിൽ ചേർത്ത് ഉന്നയിക്കുന്നു. അതിന് JP നദ്ദ തന്റെ ചേംബറിലേക്ക് വരുമെന്നാണ് പറയുന്നത്. UDF MPമാർക്ക് കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം അപ്പോൾ തന്നെ ലഭിക്കുകയും ചെയ്തു. ഇവിടെ ആശമാർക്കൊപ്പം ബഹുഭൂരിപക്ഷം ജനങ്ങളും, കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും നിൽക്കുമ്പോഴും അവിടെ ഈ ഓണറേറിയം കൂട്ടണമെന്നുള്ള ആവശ്യം, അതോടൊപ്പം സംസ്ഥാന സർക്കാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇവരെ ഒരു തൊഴിൽ വിഭാഗമാക്കി ജീവനക്കാരാക്കി മാറ്റണം എന്ന ആവശ്യം. അത് CITUവിനും ഉണ്ട്. CITU എല്ലാ സംസ്ഥാനങ്ങളിലും, അതായത് രാജ്യമെമ്പാടുമുള്ള ആശ എന്ന് പറയുന്ന ആ വലിയ വർക്ക് ഫോഴ്സിനെ മുഴുവൻ ജീവനക്കാരായി പരിഗണിക്കണം എന്ന ആവശ്യം CITUവിന് നേരത്തെ മുതലേ ഉണ്ട്. അപ്പോൾ ഈ സമരത്തിനൊപ്പം അവർ നിൽക്കുന്നില്ല എന്ന് പറയുമ്പോഴും അവർ ഈ ആവശ്യം ഇതിനോടകം തന്നെ അവരുടെ മറ്റൊരു സമരമായി, സമാന്തര സമരമായി നമ്മൾ കണ്ടതാണ്. ആ സമാന്തര സമരത്തിലടക്കം അവർ കേന്ദ്ര സർക്കാരിനെതിരെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇതിൽ കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് കൂട്ടാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ പ്രതീക്ഷ നൽകുന്ന വാചകങ്ങളാണ് JP നദ്ദയടക്കം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീണ ജോർജുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ അതിലൊരു വ്യക്തത വരികയും ചെയ്യുമായിരിക്കും. പക്ഷേ ഇവിടെ SUCI, SDPI, ജമാഅത്തെ ഇസ്ലാമി ഈ 3 ടീമുമായി BJP ചേരുമെന്നൊക്കെ MV ഗോവിന്ദൻ പറയുമ്പോൾ അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. കാരണം അങ്ങനെ ഒരു കൂട്ടുചേരൽ അവിടെ സംഭവിക്കുകയില്ല. ഇപ്പോൾ UDFും ഈ ടീമും തമ്മിൽ ചേർന്നാൽ പോലും BJPയും ഈ ടീമും തമ്മിൽ ചേരില്ല എന്നുള്ളത് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളിക്കും അറിയാം. എന്നിട്ടും പാർട്ടി സെക്രട്ടറി അതിലേക്ക് BJP എന്നുകൂടി ചേർക്കുന്നത് എല്ലാവരും ഞങ്ങൾക്കെതിരാണ്, ഞങ്ങളാണ് അഗ്രിയുടെ പാർട്ടി, ഞങ്ങളാണ് ഇവിടെ വേദനിച്ചു കൊണ്ടിരിക്കുന്നത്, പാവപ്പെട്ട സർക്കാരിനെ എല്ലാവരും ചേർന്ന് വേട്ടയാടുന്നേ എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയാകണം അദ്ദേഹം ഈ മഴവിൽ സഖ്യമെന്ന ഒരു ടേം ഉപയോഗിച്ചത് എന്ന് വേണം കരുതാൻ. കാരണം മഴവിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഉണ്ണി സാർ പറഞ്ഞതുപോലെ 7 നിറങ്ങൾ ചേർന്നമല്ലോ. അപ്പോൾ 7 എണ്ണത്തിൽ ഒന്നിരിക്കട്ടെ എന്ന് കരുതി അങ്ങനെ കൂട്ടിച്ചേർത്തതാകാനേ വഴിയുള്ളൂ. ഇവിടെ അദ്ദേഹം പറയുന്നത് പോലെ മൂർത്തമായ സാഹചര്യവും അമൂർത്തമായ സാഹചര്യവും ഒന്നുമല്ല. ഇവിടെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ട് എന്നത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം പറയുന്ന ഒന്നെന്താണ്? ഇതൊരു ജനാധിപത്യ രീതിയിലുള്ള സമരമാണ്. ശരിയാണ്, ഇടതുപക്ഷമൊക്കെ ചെയ്യുന്നത് പോലെ ഒരു സമരപ്പന്തലിൽ ഇരുന്നു കൊണ്ട് കൃത്യമായ സമരമാണ്. ഇതുപോലെയുള്ള രാപകൽ സമരങ്ങളൊക്കെ ഇടതുപക്ഷവും ചെയ്തിട്ടുണ്ട്. സോളാർ കാലത്ത് സെക്രട്ടേറിയറ്റ് വളഞ്ഞ് 2 ദിവസം കൊണ്ട് സമരം നിർത്തിയിട്ടുമുണ്ട്. അതെല്ലാം കേരളം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ജനാധിപത്യ രീതിയിലുള്ള സമരത്തെ, പ്രതിഷേധത്തെയൊക്കെ എല്ലാ കാലവും കേരളം കണ്ടിട്ടുള്ളതാണ്. പല സമരങ്ങളും വിജയിച്ചതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ ആർക്കും സമരം ചെയ്യാമെന്ന് പറയുന്ന അതേ നാവ് കൊണ്ട് തന്നെ പാർട്ടി സെക്രട്ടറി പറയുന്നത് ഇത് ഒരു സർക്കാർ വിരുദ്ധ സമരമാണ്. സർക്കാർ വിരുദ്ധർ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയായ ഒരു മഴവിൽ അവിടെ രൂപപ്പെട്ടിരിക്കുന്നു. ആ മഴവിലാണ് ഈ സമരത്തെ ഓർക്കസ്ട്രേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് രണ്ടും തമ്മിൽ ചേർന്ന് പോകുന്നില്ല എന്നത് അദ്ദേഹത്തിനും മനസ്സിലാകുമായിരിക്കും. ഉണ്ണിസാറിനൊക്കെ കുറച്ചുകൂടി വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്താണ്
എന്താണെന്ന് വിശദീകരിക്കാൻ കഴിയും. അതിവിടെ ആപ്ലിക്കബിൾ ആണോ എന്നുള്ളതും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ വെച്ച്. ഇനി വീണ ജോർജിന്റെ ദില്ലി യാത്രയാണ്. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ വീണ ജോർജ് ദില്ലിയിലേക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോവുകയാണ് എന്ന് വീണ ജോർജ് എവിടെയെങ്കിലും ഇതാണ് എൻ്റെ യാത്രോദ്ദേശം എന്നൊരു സൗണ്ട് ബൈറ്റ് തന്നതായി ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു പ്രതികരണമല്ല അവർ നടത്തിയതിനകത്ത്. അവർക്ക് തെറ്റുപറ്റിപ്പോയിട്ടുണ്ട്. അതായത് ആരോഗ്യമന്ത്രി വീണ ജോർജിന് അവരുടെ വാചകങ്ങൾ മിസ്കോട്ട് ചെയ്യപ്പെട്ടതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരാഴ്ചയ്ക്കകം കേന്ദ്രമന്ത്രിയെ കാണുമെന്ന്. ബുധനാഴ്ചയാണല്ലോ ഈ ആശാ വർക്കേഴ്സുമായി മന്ത്രിയുടെ ചർച്ചയും അതുപോലെ തന്നെ NHM മിഷൻ ഡയറക്ടറുടെ ചർച്ചയും നടന്നത്. ഈ 2 ചർച്ചകൾക്കും ശേഷമാണ് ഈ ഇമെയിൽ പോയത് എന്ന് വേണം മനസ്സിലാക്കാൻ. JP നദ്ദയ്ക്കുള്ള ഇമെയിൽ പോയത്. അതിൽ കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം അനുവദിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസ് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അത് ഏത് ഡേറ്റ് ആണ് എന്നുള്ളത് അവിടെ ആ മെയിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുകയോ റിപ്ലൈ വരികയോ ചെയ്തിട്ടില്ല. അതിനു മുൻപ് തന്നെ ഇവിടെ നിന്നുള്ള വിമാനത്തിൽ വീണ ജോർജ് അങ്ങ് പോയി കഴിഞ്ഞു, ഡൽഹിയിലേക്ക് എത്തി. അപ്പോൾ ഡൽഹിയിലേക്ക് എത്തുമ്പോൾ ഇനിയുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് വീണ ജോർജ് അങ്ങോട്ടേക്ക് ഫ്ലൈറ്റിൽ കയറുമ്പോൾ തന്നെ KV തോമസ് അവിടെ ഒരു കൂടിക്കാഴ്ച ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. KV തോമസ് വിചാരിച്ചാൽ നടക്കേണ്ടതാണ്. അതിനാണല്ലോ അദ്ദേഹത്തെ അവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അതിനാണല്ലോ സംസ്ഥാന സർക്കാരിന്റെ ശമ്പളവും ചെലവാക്കുന്നത്. ഈ കാര്യത്തിൽ KV തോമസിന്റെ മൗനം എന്തുകൊണ്ട് സംഭവിക്കുന്നു? JP നദ്ദയുമായി നിർമ്മല സീതാരാമനുമായിട്ടൊക്കെ വേമ്പനാട്ട് സ്യൂട്ടിലൊക്കെ ഒരു കൂടിക്കാഴ്ചയൊക്കെ ഓർഗനൈസ് ചെയ്ത KV തോമസിന് എന്തുകൊണ്ട് ഈ കൂടിക്കാഴ്ച ഓർഗനൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല? അതിനാണല്ലോ അദ്ദേഹത്തെ അവിടെ ക്യാബിനറ്റ് റാങ്കിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്കായിട്ടുള്ള ഒരു ആലോചനയോ അല്ലെങ്കിൽ അത് നടത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളോ സർക്കാർ തലത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു ഇമെയിൽ അയക്കുന്നു, ആ ഇമെയിലിന്റെ ഒരു അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു റിപ്ലൈ ഇങ്ങോട്ടേക്ക് വരുന്നുമില്ല. ക്യൂബൻ സംഘത്തെ കാണാനുള്ള യാത്രയായിരുന്നു എന്ന് പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതിന്മേൽ വേറെ ഡിസ്പ്യൂട്ടിന്റെയും ആവശ്യമില്ല. ഇനി വീണ ജോർജിനെ കുറിച്ച് പറഞ്ഞാൽ വീണ ജോർജ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഹെൽപ്ലെസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവരെ വ്യക്തിപരമായി ആക്രമിക്കാനെന്ന് ഞാൻ എന്തായാലും ആഗ്രഹിക്കുന്നുമില്ല. ഇതിൽ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് ഏത് കേന്ദ്രമന്ത്രിയെയും JP നദ്ദ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ ആണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ആദ്യത്തെ 5 ലെവലിലുള്ള പ്രധാനമന്ത്രി മുതൽ 5ാമത്തെ മിനിസ്റ്റർ വരെയുള്ള എല്ലാവർക്കും അവരുടെ ടൈം സ്ലോട്ട്സ് എന്ന് പറയുന്നത് നേരത്തെ തന്നെ അലോട്ടഡ് ആയിരിക്കും. ആരുമായുള്ള കൂടിക്കാഴ്ച എന്നുള്ളതൊക്കെ വളരെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അലോട്ടഡ് ആയിരിക്കും. അപ്പോൾ 19-ാം തീയതി ഇമെയിൽ അയച്ചാൽ 20-ാം തീയതി കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും അർജന്റ് മാറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ അത്രയും അത്യാവശ്യമുള്ള ഒരു കൂടിക്കാഴ്ചയാണ് എന്ന് പേഴ്സണലി തന്നെ, അതായത് KV തോമസ് വഴി ഒരു ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ സാധിക്കുമായിരുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള MP-മാർ വഴി നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ സാധിക്കുമായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ പ്രയറായിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാതെയാണ് ഡൽഹിയിൽ എത്തിയത് എന്നത് വ്യക്തമാണ്. അപ്പോൾ ഷെഡ്യൂൾ അനുസരിച്ച് ഈ കൂടിക്കാഴ്ച ഫിക്സ് ചെയ്യാത്തത് കൊണ്ടാണ് കാണാൻ പറ്റാതിരുന്നത്. ഇമെയിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് JP നദ്ദ ക്ലാരിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആശാ വർക്കേഴ്സിന്റെ പ്രശ്നം നടക്കുന്നു, അപ്പോൾ ഡൽഹിയിൽ പോകുമ്പോൾ കേന്ദ്രമന്ത്രിയെയും കാണാം എന്ന് വീണ ജോർജ് ശ്രമിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ പറയുകയും ചെയ്തത്. ഇനി പ്രകടന പത്രികയുടെ കാര്യമാണ്. പ്രകടന പത്രികയിൽ ഈ പറയുന്ന 700 പറഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഞാൻ അതൊന്നെടുത്ത് പരിശോധിക്കുകയുണ്ടായി. അപ്പോൾ ഇതാണല്ലോ അതിലെ പ്രധാനപ്പെട്ട ഒരു ഡിസ്പ്യൂട്ടായി വരുന്നത്. അപ്പോൾ ഈ പ്രകടന പത്രികയിൽ LDFന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക 2021 അതിൽ തൊഴിൽ നയം എന്ന ഹെഡറിൽ 890-ാമത്തെ ഐറ്റമായിട്ടാണ് ഈ പറഞ്ഞ 700 രൂപ കിടക്കുന്നത്. മിനിമം കൂലി 700 രൂപയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. സ്ത്രീ പുരുഷ തൊഴിലാളികളുടെ വേതനാന്തരം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അതിൽ നമ്മൾ എടുത്തു നോക്കേണ്ട വാക്കെന്ന് പറയുന്നത് തൊഴിലാളി. ഇതിൽ ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത് തൊഴിലാളി അല്ല. അവരെന്ന് പറയുന്നത് ഇൻസെന്റീവും ഓണറേറിയവും കിട്ടുന്ന സന്നദ്ധ പ്രവർത്തകരാണ്, വോളണ്ടിയേഴ്സ് ആണ്. വോളണ്ടിയേഴ്സും തൊഴിലാളികളും, തൊഴിൽ വിഭാഗങ്ങൾ, സംഘടിതരോ അസംഘടിതരോ ആയ തൊഴിലാളികളും ഈ പറയുന്ന വോളണ്ടിയേഴ്സും തമ്മിലുള്ള വ്യത്യാസം അവിടെ നിലനിൽക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഇതുവരെ അവരെ ഒരു തൊഴിൽ വിഭാഗമായി പരിഗണിച്ചിട്ടില്ല, സംസ്ഥാന സർക്കാർ പരിഗണിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു തൊഴിലാളിയായി മാറുമ്പോഴാണ് ഈ പറയുന്ന മറ്റു കാര്യങ്ങളെല്ലാം, അതായത് വിരമിക്കൽ ആനുകൂല്യം അടക്കം കൊടുക്കാൻ നിർബന്ധിതമാവുക. പക്ഷേ ഈ കാര്യത്തിൽ മിനിമം കൂലി 700 രൂപ എന്ന് പറയുന്നത് ഈ ആശാ വർക്കേഴ്സിനെ ഉൾപ്പെട്ടുകൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുകയും ചെയ്യാം. 891 എന്തോ, അതായത് ആശാ വർക്കേഴ്സിനെ ഉദ്ദേശിച്ചതല്ല, തൊഴിലാളികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് 890. ഇതും 890-ഉം 91-ഉം കൂട്ടിക്കുഴച്ചാണ് ഇപ്പോൾ പ്രതിപക്ഷം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത്. 891-ാമത്തെ ഐറ്റം എന്ന് പറയുന്നത് LDFന്റെ പ്രകടന പത്രികയിലാണ്. അങ്കണവാടി ജീവനക്കാർ, ആശാ വർക്കർമാർ, സ്കൂൾ പാചക തൊഴിലാളികൾ തുടങ്ങിയ സ്കീം വർക്കേഴ്സിന്റെയും പഞ്ചായത്തുകളിലെ പാലിയേറ്റീവ് നഴ്സുമാരുടെയും കുടുംബശ്രീ ജീവനക്കാരുടെയും സ്കൂളുകളുടെയും പഞ്ചായത്തുകളുടെയും കൗൺസിലേഴ്സ്, റിസോഴ്സ് പേഴ്സൺസ്, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് എന്നിവരുടെ ഓണറേറിയം ഇടതുപക്ഷ സർക്കാർ ഗണ്യമായി ഉയർത്തുകയുണ്ടായി. ശരിയല്ലേ? ഉയർത്തിയിട്ടുണ്ട്. 2016 മുതൽ UDF സർക്കാർ ആയിരുന്നപ്പോൾ എത്രയാണ്, അതിൽ നിന്ന് ഉയർത്തുന്നത് തന്നെയാണ് കണ്ടിട്ടുള്ളത് 2016 മുതൽ. അപ്പോൾ ഗണ്യമായി ഉയർത്തുകയുണ്ടായി. ഈ സമീപനം ശക്തിപ്പെടുത്തുമെന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ 7000 അല്ലെങ്കിൽ അന്ന് അധികാരത്തിൽ വരുമ്പോൾ 6000 ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു 5000-ൽ കിടക്കുകയാണ്. അതിനുശേഷം 6000-ലേക്ക് ആക്കുന്നു, പിന്നീട് 7000-ലേക്ക് രണ്ടാം പിണറായി സർക്കാരാണ് ആക്കുന്നത്. അപ്പോൾ
അപ്പോൾ ആ ഉയർത്തുന്നു എന്നുള്ള സമീപനം അത് അവർക്ക് ഇനിയും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ പടിപടിയായി ഉയർത്തിയതുപോലെ അല്ല ഉയർത്തിയത്. ആദ്യഘട്ടത്തിൽ സമരം ഉണ്ടായിരുന്നു, 500 കിടന്നപ്പോൾ തൊട്ട് സമരം ഉണ്ടായിരുന്നു. എന്നിട്ട് 10,000 ആക്കണമെന്ന് പറഞ്ഞപ്പോൾ പറയുന്നില്ല. ചർച്ച വിളിക്കുമ്പോഴും ഉയർത്തുമെന്നുള്ള കാര്യം പറയുന്നില്ല. അതായത് ഈ സമീപനം ശക്തിപ്പെടുത്തുമെന്ന് പറയുന്നത് അത് 7,000 നിന്ന് 10,000 ആക്കും, അല്ലെങ്കിൽ നിങ്ങളുടേത് ഞങ്ങൾ 3 ഇരട്ടിയാക്കും എന്നൊരു വാഗ്ദാനം നൽകിക്കൊണ്ടല്ല. പ്രകടന പത്രികയിൽ അങ്ങനെ ഒരു വാഗ്ദാനം ഇല്ല എന്നുള്ള ഒരു വസ്തുത കൂടി പ്രേക്ഷകരുടെ മുന്നിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും JP നദ്ദ ഇമെയിൽ കണ്ടിട്ടുണ്ട്. എന്തായാലും ആ കൂടിക്കാഴ്ച തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ നടക്കാൻ പോവുകയാണ്. ആശമാർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകട്ടെ എന്നത് മാത്രമാണ്. ഇതിനെ ഞാനൊരു മഴവിൽ സഖ്യ സമരമായി കാണുന്നില്ല. ശരി, നമ്മുടെ ചോദ്യം മഴവിൽ സഖ്യത്തിന്റെ സമരമോ എന്നതായിരുന്നു. നോ എന്നാണ് 4 പേരും ഒരുപോലെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. Meet the editors.